പിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള രാജശക്തിയും മഹത്വവും നേക്ക് നിനക്കുള്ളതാവുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. അനുഗ്രഹിക്കപ്പെടാവുന്നു. നിന്റെ ഉദരഫലമായ യേശു അനുഗ്രഹിക്കപ്പെടാവുന്നു. ശുദ്ധനോർത്തമ്പുരാന്റെ മേ പാവളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സ്നേഹത്തിലും എന്ന് വരണമേ അപേക്ഷിക്കണമേ. ആമീൻ. ബൈബിൾ വായന വയോജന സംഘം അംഗം ശ്രീ CK എബ്രഹാം. ബാറക്കുമോർ. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 20 വരെ വാക്യങ്ങൾ. ബാറക്കുമോർ. അക്കാലത്ത് ലോകമൊക്കെയും ഉയർത്തണമെന്ന് ഔഗുസ്തോസ് കേസരുടെ ഒരു കൽപ്പാജ്ഞ പുറപ്പെട്ടു. കുരാന്യോ സിറിയ നാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തിലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താൻ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലുള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ ഭാര്യയോടുകൂടെ യഹൂദിയിൽ ബേത്ലഹേം എന്ന ദാവീദ് പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അടിയെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസേഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ട ശേഷം ആ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്കറിയിച്ചു. കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പൂഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. ബാറക്കുമോ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുചേരാൻ എത്തിച്ചേർന്ന വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുന്നു. മണർകാട് പള്ളി സഹവികാരിയും യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റുമായ ഫാദർ കുര്യാക്കോസ് കാലായിൽ. കൊച്ചി ഭദ്രാസന അധിപൻ നിതാന്തവന്യ ദിവശ്രീ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോസ് മെത്രാപ്പോലീത്ത തിരുമേനി, ബഹുമാനപ്പെട്ട ആൻഡ്രസ് തിരുവത്തിരച്ചൻ, വന്യ കറയിൽ കുര്യാക്കോസ് കോർപ്പ അച്ഛൻ, ശ്രീമതി നിഷ ട്രസ്റ്റി, ശ്രീ ക്രിസ്റ്റി, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളുമേ, മണ്ണാട് വിശുദ്ധ മർത്തമറിയാം യൂത്ത് അസോസിയേഷൻ ഏറെ ചാരിതാർത്ഥ്യത്തോടെ നിങ്ങളുടെ മുമ്പിൽ ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ നിൽക്കുന്നത്. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം വളരെ അത്ഭുതകരമായി ഈ പ്രസ്ഥാനത്തെ വഴി നടത്തി അതിന് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആദ്യകാലങ്ങളിൽ യൂത്ത് അസോസിയേഷന് സമാഹരിക്കുന്ന പണം കൊണ്ട് തൊഴിൽ രഹിതനായ
യുവജനങ്ങൾക്ക് തയ്യൽ മെഷീൻ നൽകി തൊഴിൽ ചെയ്യുവാൻ അവരെ പ്രോത്സാഹിപ്പിച്ചുവെങ്കിൽ അത് അവിടെ നിന്ന് വളർന്ന് കൃത്രിമ കാത് വിതരണം, വിവാഹ സഹായം, ഭവനദാനം, ക്യാൻസർ രോഗികൾക്കുള്ള സഹായം, ഡയാലിസിസ് കിറ്റ് വിതരണം തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ സമൂഹ നന്മയ്ക്കായി ഉണർന്ന് പ്രവർത്തിക്കുന്നു. ഊർജ്ജസ്വലതയോടെ രാപകൽ വ്യത്യാസമില്ലാതെ ഒത്തുകൂടുന്ന യുവജനങ്ങൾ മനസ്സ് തകർന്നവർക്കെന്നും ഒരാശ്വാസമായി അത്താണിയായി തീരുന്നു. നിരന്തരമായ പ്രാർത്ഥനയാണ് അതിനെ ഞങ്ങളെ ശക്തീകരിക്കുന്നത്. പ്രകൃതി സംരക്ഷണം ലക്ഷ്യമാക്കി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നു. മികച്ച കർഷകരെ തിരഞ്ഞെടുത്ത് അവർക്ക് അവാർഡുകൾ നൽകുന്നു. വിദ്യാരംഭ മേഖലയിൽ വിദ്യാരംഭ ശുശ്രൂഷയും പരീക്ഷ ഒരുക്ക സെമിനാറും സംഘടിപ്പിക്കുന്നു. മാധ്യമരംഗത്ത് കോലോസുറിയോയിലൂടെയും ആരാധന തത്സമയ സംപ്രേഷണം നിർവഹിക്കുന്ന നെറ്റ് പ്രവർത്തനങ്ങളിലൂടെയും അനുദിന പ്രവർത്തനങ്ങൾ ലോകമെന്ന് എത്തിക്കുന്നു. ക്രിസ്മസ് പ്രോഗ്രാമും നവവത്സര ശുശ്രൂഷയും ഏറെ അനുഗ്രഹകരമായി നിർവഹിപ്പാൻ തക്കവണ്ണം യൂത്ത് അസോസിയേഷന്റെ പ്രവർത്തനം എന്നും അതിന് കൈത്താങ്ങായിരിക്കുന്നു. മുതിർന്നവരെ ആദരിക്കലും അനാഥാലയങ്ങൾ സന്ദർശിച്ച അവരുടെ പ്രവർത്തനങ്ങൾ പങ്കാളികളായും സാമ്പത്തികമായ സഹായം ചെയ്യുവാനും യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ എന്നും ശ്രമിക്കുന്നു. കൂടുതൽ വിവരങ്ങളിൽ എത്തിച്ചേർന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട്, മുതിർന്നവരെ ആദരിച്ചതുകൊണ്ട്, കാർഷിക മേഖലയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിപ്പാൻ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കേണ്ടത് ഈടവയുടെ വികാരി വന്നിയ ദിവശ്രീ ഇട്ടിയാടത്ത് കുര്യാക്കോസ് കോർപ്പസ് അച്ഛനാണ്. അച്ഛൻ ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുമനസിനെ കാണുവാനായി പുത്തൻകുരിശിൽ പോയി മടങ്ങി വരുന്നതേ ഉള്ളൂ. യോഗം ആരംഭിച്ചുകൊള്ളുക, ഞാൻ എത്തിച്ചുകൊള്ളുന്നോളാമെന്ന് അച്ഛൻ അറിയിച്ചിട്ടുണ്ട്. അച്ഛൻ ഈ യോഗത്തിൽ യൂത്ത് അസോസിയേഷന്റെ പേരിൽ ഇടവിടവയിൽ വന്നു ചേർന്നിരിക്കുന്ന സദസ്സിന്റെ പേരിൽ ഹാർദമായി സ്വാഗതം അരുളുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് യാക്കോബായ സുറിയാനി സഭയുടെ അഭിമാനവും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോദോസ് സെക്രട്ടറിയും കൊച്ചിയിലെ ഭദ്രാസനാധിപനുമായ നിതാന്തവന്നിയ ദിവശ്രീ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ടാണ്. അഭിനന്ദ തിരുമനസ്സിനും യൂത്ത് അസോസിയേഷന്റെ പ്രവർത്തന പ്രോഗ്രാമിൽ സംബന്ധിക്കുകയും ഇതിനെല്ലാം പ്രോത്സാഹനം നൽകുകയും ചെയ്തിരുന്നു. അഭിനന്ദ തിരുമേനെയും നിങ്ങളേവർക്കും വേണ്ടി യൂത്ത് അസോസിയേഷന്റെ പേരിൽ ഇടവകയുടെ പേരിൽ വന്നു ചേർന്നിരിക്കുന്ന സദസ്സിന്റെ പേരിൽ വിനയപൂർവ്വം തൃപ്പാദങ്ങളിൽ ആദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്താമെന്ന് സമ്മതിച്ചിരുന്നത് കേരളത്തിന്റെ പ്രഗത്ഭനായ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയാണ്. എന്നാൽ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ മാവോയിസ്റ്റുകളുടേതായ ആക്രമണത്തോടനുബന്ധിച്ച പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട തൃശ്ശൂർ യോഗത്തിൽ അദ്ദേഹം സംബന്ധിക്കുകയാണ്. എത്തിച്ചേരാമോ എന്ന് ശ്രമിക്കുന്നു. കഴിവതും എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാന്യനായ മന്ത്രിയെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കേരള രാഷ്ട്രീയത്തിൽ ജ്വലിക്കുന്ന താരം, നീതിരാഹിത്യത്തിനെതിരെ മുഖം നോക്കാതെ പ്രതികരിക്കുന്ന ധീരയോദ്ധാവ്, വിനയവും നന്മയിലും ലാളിത്യവും സമ്മേളിക്കുന്ന പെരുമാറ്റശൈലി കൊണ്ട് ജനഹൃദയങ്ങൾ കാണുന്ന സാമൂഹിക സേവകൻ, സാധാരണക്കാരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സ്വയം സമർപ്പിച്ച നീതിബോധമുള്ള ജനപ്രതിനിധി, തൃത്താല MLA ശ്രീ VT ബൽറാമിന് ഈ സമ്മേളനത്തിൽ ഹാർദമായി സ്വാഗതം അരുളുന്നു. അദ്ദേഹം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കാറിൽ ഇപ്പോൾ യാത്ര ചെയ്തു ഏതാനും നിമിഷങ്ങളിൽ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഔദ്യോഗിക കൃത്യങ്ങൾ സത്യസന്ധമായി നിർവഹിക്കുന്ന കോട്ടയം ജില്ലയുടെ പോലീസ് കൊണ്ട് ഇദ്ദേഹം ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിരുന്നു. എത്തിച്ചേരുമെന്ന പ്രതീക്ഷ ഇദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അന്തർദേശീയ തലത്തിലുള്ള വാർത്തകൾ അതീവ താല്പര്യത്തോടെ സാധാരണ ജനങ്ങൾ എത്തിക്കുന്ന സംസ്ഥാനതല ബെസ്റ്റ് ന്യൂസ് പ്രൊഡ്യൂസർ അവാർഡ് കരസ്ഥമാക്കിയ മികച്ച മാധ്യമ പ്രവർത്തക, പരിശുദ്ധ ഇഗ്നാത്യോസ് സാക്കോ പ്രഥമ ബാവയുടെ കബടക ശുശ്രൂഷയുടെ ലെബനൻ മുതൽ സിറിയയിലെ സിദിന വരെയുള്ള അവിടെയുള്ള അരവന ചാപ്പിൽ നടക്കുന്ന കബടക ശുശ്രൂഷയുള്ള വാർത്തകൾ ലോകമെങ്ങും തത്സമയ സംരക്ഷണത്തോടെ നിർവഹിക്കുവാൻ കലാഭൂമിയിലൂടെ പട്ടാളത്തിന്റെ അകമ്പടിയോടെ സഞ്ചരിച്ച്
ആ ദൗത്യം വിജയകരമായി നിർവഹിച്ച ധീരവനിത സഭാതലത്തിൽ ഉള്ള വാർത്തകൾ യഥാസമയം സമൂഹ മധ്യയെത്തിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധയായ സഭാസ്നേഹി ശ്രീമതി നിഷ ജെബിയെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവകയുടെ സംഘവികാരി വിശുദ്ധ മർത്തമറിയം മരണാസമാജം പ്രസിഡന്റ് വളരെ ബഹുമാന്യനായ ആൻഡ്രൂസ് ഇരുപത്തിരി അച്ഛനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവകയുടെ പ്രധാന ട്രസ്റ്റി ശ്രീ ക്രിസ്റ്റി മാത്യു ഈ യോഗത്തിൽ ആശംസകൾ നേരുന്നതാണ്. ക്രിസ്റ്റി മാത്യുവിനെയും അതോടൊപ്പം തന്നെ ഈ ഇടവകയിലെ ട്രസ്റ്റിമാരായ ശ്രീ റജി, ബാലയിൽ ജോണി എന്നിവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ സന്നിധരായിരിക്കുന്ന വളരെ ബഹുമാനപ്പെട്ട കറയിൽ കുര്യാക്കോസ് കോർപ്പിസ്കോപ്പാച്ചനെയും വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എവരെയും പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ട്രസ്റ്റി എബിയെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളേവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റ് ഫാദർ കുര്യാക്കോസ് കാലേൽ അച്ഛനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നു ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരി ദിവ്യശ്രീ ഇ ടി കുര്യാക്കോസ് കോർപ്പിസ്കോവ ഇട്ടിയടത്ത്. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. യോഗത്തിന് ഉദ്ഘാടകനായി എത്തിയിരിക്കുന്ന കൊച്ചി ഭദ്രാസനത്തിൻ്റെ അഭിവന്ദ്യനായ ഗുരുകുലസ് തിരുമേനി, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സ്റ്റേജിൽ ഇരിക്കുന്ന മാന്യ വ്യക്തികളെ, കർത്താവിൽ പ്രിയരെ, ഞാൻ ഒരു ദീർഘയാത്ര കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് സ്റ്റേജിൽ കയറിയേ ഉള്ളൂ. കിതവ് മാറിയിട്ടില്ല. അതുകൊണ്ട് എന്താണ് പറയേണ്ടതെന്ന് ഞാൻ തന്നെ അങ്ങ് ചിന്തിക്കുകയാണ്. എങ്കിലും ഇവിടെ നടക്കുന്ന യൂത്ത് അസോസിയേഷന്റെ വളരെ വിശേഷപ്പെട്ട പ്രവർത്തനങ്ങൾ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഈ ഇടവയിൽ പല പ്രസ്ഥാനങ്ങളുണ്ട്. അതിലൊട്ടും പുറകോട്ട് പോകാത്ത രീതിയിൽ ഇവിടുത്തെ യൂത്ത് അസോസിയേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ജീവകാരുണ്യപരമായ പല പ്രവർത്തനങ്ങൾക്ക് അവർ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഓരോ വർഷവും ഓരോരോ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് ഒരുപാട് തുക ചെലവാക്കിക്കൊണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങളിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ യൂത്ത് ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്. ഈ വർഷം ഡയാലിസിസിന്റെ പ്രവർത്തനം വളരെ ശക്തമായ രീതിയിൽ നടത്തുവാൻ അത് പ്രസിഡന്റ് അച്ഛനും മറ്റു ഭാരവാഹികളും മറ്റുള്ളവരും ഒക്കെ അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട്. അവരുടെ ഉത്സാഹത്തിന് പ്രത്യേകം നന്ദിയുണ്ട്. ദൈവ മാതാവിനെ തൃപ്തിപ്പെടുത്തുവാൻ തക്കവണ്ണം, മാതാവിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ഉള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് യൂത്ത് അസോസിയേഷൻ നമുക്ക് ഒരു നല്ല മാതൃകയായി മാറിയിരിക്കുകയാണ്. അതുപോലെയുള്ള ഇവിടുത്തെ മറ്റെല്ലാ പ്രസ്ഥാനങ്ങളും അതുപോലെ പ്രവർത്തിക്കുന്നു. സേവക സംഘം, അതുപോലെ വനിതാ സമാജം, മറ്റെല്ലാ പ്രവർത്തനങ്ങളും വളരെ വളരെ ശ്രേഷ്ഠമായ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട സംഗതിയാണ്. ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. നല്ല നല്ല പ്രസംഗങ്ങൾ വരുന്നു. അഭിമന്യ തിരുമേനി നേരത്തെ വിളിച്ചപ്പോൾ നേരത്തെ വന്നിട്ട് നേരത്തെ പോകണം എന്നുള്ളൊരാഗ്രഹം എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ ഒന്നും ദീർഘിപ്പിക്കുന്നില്ല. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മലങ്കരയുടെ പ്രഖ്യാപിത പരിശുദ്ധൻ ശാത്രിൽ മോർ ഗിഗോറിയോസ് കൊച്ചുതിരുമേനിയുടെ 4ാം തലമുറക്കാരൻ, സുനദോസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സെക്രട്ടറി, സമൂഹത്തിലും
ചർച്ചായോഗങ്ങളിലും സഭയുടെ മുഖം. ഇലപൊഴിയാ ചെടി പോലെ ഹരിതാപമായ ആരാധന രീതി, കാലത്തിന്റെ വഴികളെ അതിജീവിക്കുന്ന കാരുണ്യവും സൗന്ദര്യവും നിറഞ്ഞ പെരുമാറ്റം. പരുമല കൊച്ചു തിരുമേനിക്ക് ശേഷം ആ കിന്നരം ഏറ്റുവാങ്ങിയ ദാവീദിനെ വിശ്വാസികൾ കൊച്ചു തിരുമേനി എന്ന് വിളിക്കുന്നു. വിശുദ്ധ മർത്തമറിയാം യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സംയുക്ത ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതിനും കൽപ്പിച്ച് സംസാരിക്കുന്നതിനുമായി പരിശുദ്ധ സഭയുടെ എപ്പിസ്കോപ്പൽ സിനോദോസ് സെക്രട്ടറിയും കൊച്ചി ഭദ്രാസനത്തിനുമായ അഭിവന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരുമനസിനെ ഭക്തി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്യ തിരുമനസ്സുകൊണ്ട് തിരിതെളിയിക്കുന്നതിനാൽ എല്ലാവരും എഴുന്നേൽക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. വന്യ ഇട്ടിയെടുത്ത കുര്യാക്കോസ് കോറപ്പിസ്കോപ്പാച്ചൻ, ഈ യോഗ അധ്യക്ഷൻ, വന്യ കോറപ്പിസ്കോപ്പ അച്ഛന്മാരെ, യൂത്ത് അസോസിയേഷന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കുര്യാക്കോസ് കാലായിൽ അച്ഛൻ, സെക്രട്ടറി മത്തായി വടക്കേക്കര, ഈ പള്ളിയിലെ ട്രസ്റ്റീസ്, പ്രിയമുള്ള നിഷ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വാത്സല്യ ദൈവമക്കളെ, വലിയ പ്രതീക്ഷയും ഒത്തിരി സന്തോഷവും നിറസമാധാനവും നമുക്ക് തരുന്ന ഒരു പിറവി പെരുന്നാളിന് വീണ്ടും സാക്ഷിയാകാൻ, അത് ഹൃദയത്തിലേറ്റാൻ ഉള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കാം. യാക്കോബായ സുറിയാനി സഭയിലെ ഏറ്റവും പ്രസിദ്ധമായ ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രം പരിശുദ്ധ അമ്മയുടെ ദിവ്യമായ സാന്നിധ്യം കൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള ദൈവാശ്രയ ബോധത്തോടുകൂടി ഈശ്വരോന്മുഖമായി ജീവിക്കുന്ന എല്ലാവർക്കും, അത് മതത്തിൻ്റെയും വിഭാഗീയതയുടെയും ഭാഷയുടെയും അതിർവരമ്പുകൾക്കപ്പുറം ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ
ആഴങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന, വിളിച്ചറിയിക്കുന്ന മനുഷ്യന്റെ ദുഃഖവും രോദനവും അവന്റെ വേദനയും കഷ്ടപ്പാടുകളും പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ സമർപ്പിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾ പ്രത്യാശയോടെ കടന്നു വരുന്ന ഈ പുണ്യഭൂമിയിൽ നമ്മുടെ ആദരണീയനായ ശ്രീ ബൽറാം MLA ഇവിടെ ആഗതനാകുന്നു. അദ്ദേഹത്തെ വിനയത്തോടുകൂടി സ്വാഗതം ചെയ്യട്ടെ. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നതും പരിശുദ്ധ അമ്മയുടെ ദിവ്യ സാന്നിധ്യം രുചിച്ചറിയാനുള്ള ഓരോ സന്ദർഭങ്ങളും നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട ഒന്ന് തന്നെയാണ്. മണർകാട് പള്ളിയിലെ ഭക്തസംഘടനകളുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഭക്തജനങ്ങളുടെ പ്രവാഹം അനിയന്ത്രിതമായി ഉണ്ടാകുന്ന സന്ദർഭമാണ് 8 നോയമ്പിന്റെ കാലഘട്ടങ്ങൾ. ആ സന്ദർഭങ്ങളിലെല്ലാം ഇവിടെയുള്ള ഭക്തസംഘടനകൾ, യൂത്ത് അസോസിയേഷൻ, സേവികാ സംഘം തുടങ്ങിയുള്ള ഓരോ സംഘടനകളും എത്രമാത്രം കാര്യക്ഷമമായിട്ടാണ് തങ്ങളുടെ ദൗത്യ നിർവഹണം നടത്തിപ്പോരുന്നത് എന്നുള്ളത് വളരെ പ്രശംസനീയമാണ്. ഈ പള്ളിയിലെ യൂത്ത് അസോസിയേഷൻ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ, പ്രാർത്ഥനയിലൂടെ അവർ നേടിയെടുക്കുന്ന ആത്മീയ അംശം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും സാധാരണക്കാരിലേക്കും അത് പങ്കുവെക്കുവാൻ, പകുത്തുകൊടുക്കുവാൻ ഉള്ള മനോഭാവം ഇന്നിന്റെ സ്വകാര്യതയിലേക്കും സ്വാർത്ഥതയിലേക്കും ചെറുതായിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ പങ്കിട്ട് കൊടുക്കുവാനുള്ള, പകരം വയ്ക്കുവാനുള്ള മനസ്സോടുകൂടി യുവതലമുറ ചേർന്ന് നിൽക്കുന്നതും തങ്ങളുടെ പ്രവർത്തനത്തിന്റെ സാക്ഷ്യപത്രത്തിലൂടെ അതൊരു സമൂഹത്തോട് മുഴുവൻ വിളിച്ചറിയിക്കാൻ സാധിക്കുന്നതും ഏറെ പ്രശംസനീയമാണ്. വഴിതെറ്റിപ്പോകുന്ന ഒരു തലമുറയുടെ മധ്യേ വേറിട്ട് നിൽക്കുന്ന അനുഭവമായി നമ്മുടെ ദൈവാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള യുവാക്കളുടെ പ്രവർത്തനങ്ങൾ ശുഭകരമായ പ്രതീക്ഷയാണ് സഭയ്ക്കും അതുപോലെ തന്നെ സമൂഹത്തിനും നൽകുന്നത് എന്നുള്ളതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇവിടുത്തെ യൂത്ത് അസോസിയേഷന്റെ വിവിധങ്ങളായിട്ടുള്ള കർമ്മ പദ്ധതികളെക്കുറിച്ച് ഞാൻ വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതിന്റെ സംഘാടകരെ, നേതൃത്വം കൊടുക്കുന്നവരെ, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടവകയിലെ ബഹുമാനപ്പെട്ട വൈദികരെ, സർവോപരി ഈ പള്ളിയിലെ ഭരണസമിതി, അവരുടെ എല്ലാം പ്രോത്സാഹനം ആണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നിറവേറ്റുവാൻ യൂത്ത് അസോസിയേഷനെ സഹായിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശുവിന്റെ പിറവിയുടെ പെരുന്നാളാണ്. ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തിയതുപോലെ വലിയ പ്രതീക്ഷയും പ്രത്യാശയുമാണ് സർവജനത്തിനും ഈ പിറവി പെരുന്നാളിനെ കുറിച്ച് ഓർക്കുമ്പോൾ, അതിൽ സംബന്ധിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൂടെ ഉയർന്നു വരുന്നത് ദൈവം നമ്മോടൊപ്പമുണ്ട്, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഇമാനുവേൽ എന്ന അർത്ഥതലങ്ങളിലൂടെയുള്ള സാന്നിധ്യം അറിയിച്ചുകൊണ്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പിറവിയുടെ പെരുന്നാൾ. ജനനം എല്ലാ അർത്ഥത്തിലും സന്തോഷം തരുന്നതാണ്. ഒരുപക്ഷെങ്കിൽ ലോകത്തിൽ ഇതുപോലെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള, ലോക ചരിത്രത്തിൽ ഇതുപോലെ ഇത്രയും കാലഘട്ടത്തിൽ ആഘോഷിച്ചിട്ടുള്ള, ലോക ചരിത്രത്തിന്റെ തന്നെ ഗതിയെ
നടുവെ മുറിച്ചിട്ടുള്ള, യേശുവിന് പിൻപേ എന്നും യേശുവിന് മുന്നേ എന്നും പറഞ്ഞുള്ള ചരിത്രത്തിന്റെ ഗതിയെ തന്നെ നിയന്ത്രിച്ചിട്ടുള്ള ഒരു ജനനം ഇത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായും യേശുവിന്റെ പിറവിയുടെ പെരുന്നാളിനുള്ളതായ പ്രാധാന്യം വളരെ വലുതുമാണ്. സാധാരണയുള്ള ഇന്നിന്റെ ജീവിത സാഹചര്യത്തിലും ശൂന്യവൽക്കരിക്കപ്പെടുവാനുള്ള വലിയ സന്ദേശം നമുക്ക് പകർന്നു തരുന്ന സ്നേഹവും സമാധാനവും അന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ, സുഖത്തിന്റെയും ലാഭത്തിന്റെയും സ്വാർത്ഥതയുടെയും മാത്രം തുരുത്തിൽ ജീവിക്കുന്ന സമൂഹത്തിന് ഒരു പുതിയ അറിവും ഒരു പുതിയ ദർശനവും ഒരു പുതിയ ജീവിതവും രൂപപ്പെടുത്തിയെടുക്കുവാൻ സഹായിക്കുന്ന മഹത്തരമായ ഒരു സന്ദേശം. പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വലിയ ജനമാണ്. മിശിഹായുടെ ആഗമനത്തെക്കുറിച്ചുള്ളതായ ആ കാത്തിരിപ്പ്, നീണ്ട കാത്തിരിപ്പ്, പ്രവചനങ്ങളിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറിയിച്ചിട്ടുള്ളതായ ജനനം, അത് പക്ഷേങ്കിൽ ഒരു വലിയ സമൂഹത്തിന്റെ താല്പര്യങ്ങൾക്കും ചിന്തകൾക്കും ഒക്കെ അതീതമായി നടന്ന ഒരു സംഭവമായിരുന്നു എന്നുള്ളതാണ് ഇതിനെ വേറിട്ട് നിർത്തുന്നത്. ദൈവത്തെക്കുറിച്ചുള്ളതായ സങ്കല്പങ്ങൾ എല്ലാവർക്കുമുണ്ട്. എല്ലാ മതങ്ങൾക്കും ഈശ്വരനെ കുറിച്ചുള്ളതായ സങ്കല്പങ്ങളുണ്ട്. എന്നാൽ ഈശ്വരൻ തന്നെ മനുഷ്യരൂപമെടുത്ത് മനുഷ്യരുടെ മധ്യേ വസിച്ച മനുഷ്യന്റെ നൊമ്പരങ്ങളും വേദനകളും അവന്റെ സാധാരണ ജീവിതവും സ്വന്തം ജീവിതമാക്കി മാറ്റുന്ന ഒരു ഈശ്വരൻ, ഒരു ദൈവം, അങ്ങനെയുള്ള ഒരു ദൈവപുത്രൻ, അതാണ് ക്രൈസ്തവ സഭയുടെ ഈശ്വര സങ്കല്പത്തിന്, ദൈവസങ്കല്പത്തിന് മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രൂപവും ഭാവവും കൊടുക്കുന്നത്. ഈ ദൈവം എന്ന സങ്കല്പം മനുഷ്യരൂപം എടുക്കുമ്പോൾ അതിൽ അന്തർലീനമായിരിക്കുന്ന മഹത്തരമായ സന്ദേശം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനായി തീരുന്നതിലൂടെ മനുഷ്യരെ ദൈവീകരാക്കുക എന്നുള്ളത് തന്നെയാണ്. യഥാർത്ഥത്തിൽ യേശുവിന്റെ പിറവിയിലൂടെ നടക്കപ്പെടേണ്ടുന്നതും മനുഷ്യരിലൂടെയുള്ളതായ ദൈവിക ഭാവവും ആ ഭാവത്തിനനുസരിച്ചുള്ളതായ പ്രവർത്തനങ്ങളും ശൈലികളുമാണ് എന്നുള്ളത് ഇവിടെ അന്തർലീനമായിരിക്കുന്നു. യഥാർത്ഥത്തിൽ വചനമാണ് മാംസം ധരിക്കുന്നത്. വചനം മാംസം ധരിക്കുന്നു. 1 യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 1 മുതൽക്കുള്ളതായ വാക്യങ്ങൾ വളരെ പ്രസക്തമാണ്. ദൈവത്തിന്റെ ജീവന്റെ വചനം ഇന്നും സജീവമായി മായമില്ലാതെ മാറ്റമില്ലാതെ നമുക്ക് മധ്യയുണ്ട്. വചനം എവിടെയാണ് മാംസം ധരിക്കേണ്ടുന്നത്? വചനം മാംസം ധരിക്കുന്ന അനുഭവതലം ഓരോ വ്യക്തി ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് യേശുവിന്റെ പിറവി കൊണ്ടുള്ളതായ ഈ പിറവി പെരുന്നാളിൽ ആത്യന്തികമായ അടിസ്ഥാനപരമായ സന്ദേശമായി ഞാനും നിങ്ങളും ഉൾക്കൊള്ളേണ്ടുന്നത്. ദേവാലയങ്ങളുണ്ട്, ആരാധനകളുണ്ട്, സുവിശേഷ യോഗങ്ങളുണ്ട്, കൂദാശകളുണ്ട്. എല്ലായിടത്തും ധാരാളം ജനങ്ങളുടെ ബാഹുല്യവും നമുക്ക് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ദൈവാംശം ഇറങ്ങി വരുന്ന സമൂഹത്തിന്റെ ജീവിതത്തിന്റെ സത്താപരമായ അനുഭവത്തിൽ എത്രമാത്രം പ്രോജ്വലിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യമായി ഇന്നും അവശേഷിക്കുന്നത്. യഥാർത്ഥത്തിലുള്ളതായ വചനത്തിന്റെ മാംസധാരണം എന്നിലൂടെ നിങ്ങളിലൂടെ ഒക്കെ നടക്കപ്പെടേണ്ടുന്നു എന്നുള്ളതാണ് നാം ഉൾക്കൊള്ളേണ്ടുന്നതായ സത്യം എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത്. അധരവ്യായാമം നടത്തുന്നത് പോലെയുള്ള പ്രാർത്ഥന കൊണ്ടോ കേൾക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ളതായ അന്തരം കൊണ്ടോ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ചിന്തിക്കുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്, പറയുന്നത് വേറൊന്ന്. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവാംശം എത്രമാത്രം നമ്മിലുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടേണ്ടുന്നതായ ദിനങ്ങളാണ് ഇതുപോലുള്ള അനുഗ്രഹകരമായ ദിനങ്ങൾ. എലിശബായും മറിയാമും ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന 2 കഥാപാത്രങ്ങളാണ്.
എലിശബ വന്ധ്യയായിരുന്നു, മറിയാം കന്യകയായിരുന്നു. ഇവിടെ രണ്ടുപേരിലും ഒരു ശൂന്യത നമ്മൾ കാണുന്നുണ്ട്. ഈ ശൂന്യതയിലേക്കാണ് ദൈവം യഥാർത്ഥത്തിൽ ഇറങ്ങി വരുന്നത്. ദൈവത്തിന്റെ വചനം മാംസം ധരിക്കുന്നത് ശൂന്യതയിലാണ് എന്നുള്ളതായ ബോധ്യം നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാകണം. നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നിറഞ്ഞു നിൽക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ ശൂന്യത എത്രമാത്രം നമുക്ക് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും? നിറഞ്ഞു നിൽക്കുന്ന മലീമസമായ വഴക്കും വിദ്വേഷവും വെറുപ്പും പകയുമൊക്കെയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയല്ലേ ഞാനും നിങ്ങളുമൊക്കെ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ശരിയാണ് എന്ന് നാം പറയേണ്ടതായിട്ട് വരും. ഇവിടെ ദൈവം നമ്മിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, ചിന്തകളിലൂടെ, ദർശനങ്ങളിലൂടെ ദൈവത്തെ നമുക്ക് സമാനമായി അനേകർക്ക്, ലോകത്തിന് മുഴുവനും കാഴ്ചയായി കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ളതായ പിറവി ഞങ്ങളിലും നമ്മിലും സമൂഹത്തിലും എല്ലാം നടക്കേണ്ടുന്നതും നടക്കപ്പെടേണ്ടുന്നതും. ലൂക്കോസിന്റെ സുവിശേഷം 2:11 കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് എന്ന ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇത് പ്രവചനങ്ങളുടെ ഒരു പൂർത്തീകരണമാണ്. മിഖാ പ്രവചനത്തിൽ ഈ ജനനം എവിടെ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവചനത്തിന്റെ 7:14 കന്യകയിൽ നിന്നും ജനനം നടക്കുമെന്നും വളരെ വ്യക്തമായി തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്മൂലം ഇരുട്ടിലിരിക്കുന്നവർക്ക് പ്രകാശം ഉദിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. അന്ധകാരമാണെന്നിവിടെയും അവിടേക്ക് നീതിയുടെ സൂര്യൻ ഈ അന്ധകാരത്തെ കീറി മുറിച്ചുകൊണ്ടാണ് അവിടേക്ക് ഇറങ്ങി വരുന്നത്. ഈ അന്ധകാരത്തിൽ നിന്നും നീതിയുടെ സൂര്യനിലൂടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് ഒരു തിരുകുടുംബത്തെയാണ്. അതുകൊണ്ട് തന്നെ പിറവിയുടെ പെരുന്നാൾ വീണ്ടും നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ഉണ്ണീശോയും മറിയാമും നീതിമാനായ യോസേപ്പും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലേക്കാണ് എന്നുള്ളതും ദൈവമക്കൾ പ്രത്യേകം കരുതലോടുകൂടി ഓർത്തിരിക്കേണ്ടുന്നതാണ്. ബന്ധങ്ങൾ തകർന്നടിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണ്. എന്ത് ബന്ധമാണെന്ന് നമ്മൾക്ക് തമ്മിലുള്ളത്? ആരാണ് നിന്റെ സഹോദരൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്നൊരു മറുപടി ഒന്നും പറയാൻ സാധിക്കുകയില്ല. കർത്താവിന്റെ ജീവിതത്തിലൂടെ, പരസ്യ ശുശ്രൂഷയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വന്ന് ഭൗമികരെ സ്വർഗീയരാക്കുവാൻ വേണ്ടിയുള്ള വളരെ ശ്രദ്ധേയമായ ഒരു ശുശ്രൂഷയാണ് യഥാർത്ഥത്തിൽ യേശുദേവൻ തന്റെ ശുശ്രൂഷകൾ നിർവഹിച്ചിട്ടുള്ളത്. അവിടെ നമുക്ക് സ്വർഗതുല്യമായി തന്നതായ ഈ ലോകത്തെ യഥാർത്ഥത്തിൽ സ്വർഗം പണിയുന്നവരായി ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ ജീവിക്കേണ്ടുന്നവരാണ്. അനേകർക്ക് സ്വർഗീയമായ അനുഭൂതിയും സ്വർഗീയമായ അനുഭവം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കേണ്ടുന്നവരും പണിയെടുക്കേണ്ടുന്നവരും പങ്കുകാരാകുന്നവരുമാണ് യഥാർത്ഥത്തിൽ നമ്മൾ. പക്ഷെങ്കിൽ നമ്മൾ ഇവിടെ പണിയുന്നത് നരകങ്ങളാണ് എന്നുള്ളത്, നരകസമമായ ഒരു സമൂഹമാണ്, ജീവിതമാണ് നമ്മൾ നയിക്കുന്നതും അതിൽ പങ്കുകാരാകുന്നതും എന്നുള്ളത് ഒരു നേർക്കാഴ്ചയാണ്. ദൈവം ഭൗമികരായ നമ്മെ സ്വർഗീയരാക്കുവാൻ ഭൂമിയിലേക്ക് അവതരിച്ചുവെങ്കിൽ ഈ ദൈവത്തിന്റെ, ഈശോയുടെ അവതാരത്തിലൂടെ, ജനനത്തിലൂടെ അല്പമെങ്കിലും വെളിച്ചം അന്ധകാരമയമായ ഈ ലോകത്തിന്, സ്നേഹവും കാരുണ്യവും എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു ലോകത്തിന്, ഒരു സമൂഹത്തിന്, ഒരു സംസ്കൃതിക്ക് അല്പമെങ്കിലും സ്നേഹം, ഒരു തെളിച്ചം നമുക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അന്ധകാരത്തിലേക്ക് മറയുന്ന അസ്തമയ സൂര്യൻ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കവിതയിലൂടെ വിളിച്ചു പറയുന്നുണ്ട്, അന്ധകാരത്തിലേക്ക് പോകുമ്പോൾ ഭൂമിയിലേക്ക് ഒരൽപ്പം വെളിച്ചം കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ഒരു അരണ്ട അരിക്കലാമ്പ് ഒരു അരണ്ട മണ്ണെണ്ണ വിളക്ക് പറഞ്ഞു, ഞാൻ അല്പം പ്രകാശം നൽകാമെന്ന്. യഥാർത്ഥത്തിൽ നമ്മിലെല്ലാം നിറഞ്ഞു നിൽക്കേണ്ടതും തെളിഞ്ഞു നിൽക്കേണ്ടുന്നതും ഒരൽപ്പം പ്രകാശമാണ്. ONV കുറിപ്പിന് മെഴുകുതിരി എന്ന കവിത വളരെ ശ്രദ്ധേയമാണ്. കത്തിയണയനം കണ്ണടയും വരെ തപ്തബാഷ്പം തൂകി നിന്ന് ചിരിക്കണമെന്ന മെഴുകുതിരി എന്ന കവിതയിൽ യഥാർത്ഥത്തിൽ ഓരോ ക്രൈസ്തവന്റെയും ക്രിസ്തീയമായ ദൗത്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്.
എത്രമാത്രം പ്രകാശം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്? എന്താണ് നമ്മുടെ സത്വം? എന്താണ് നമ്മുടെ ജീവിതം? നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? എത്രമാത്രം തിരുകുടുംബത്തിന്റെ ആശയപരമായ ഒത്തുചേരലും ചേർന്ന് നിൽക്കലും സഹനത്തിന്റെ ആത്മാവോടുകൂടിയുള്ള യാത്രയും പരിവേദനങ്ങളില്ലാതെ പരിഭവങ്ങളില്ലാതെ വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഇല്ലാത്ത ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടി പരിഭവം പറയുന്നവരില്ല നമ്മൾ. എത്രമാത്രം നമുക്ക് ലഭിച്ചാലും നമുക്ക് ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എല്ലാറ്റിനോടും നമുക്ക് അതിരുവിട്ടതായ ആവേശത്തോടുകൂടി ആർത്തിയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു അറുതി വെച്ചുകൊണ്ട്, നമ്മുടെ അഭിലാഷങ്ങൾക്ക് ഒരു ബൗണ്ടറി ഇട്ടുകൊണ്ട്, അതിരുവരമ്പുകൾ കെട്ടിക്കൊണ്ട് ജീവിതത്തെ സ്വയം നിയന്ത്രിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ലഭിക്കാത്തതിനെ കുറിച്ച് ഓർത്തുള്ളതായ പെറുപെറുക്കലും പരിഭവങ്ങളുമാണ് നമുക്ക് ചുറ്റുമെന്നുമുള്ളത്. കാരണം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവനും മറ്റു പല ചിന്തകളാണ്. അവിടെയാണ് ഒരു ശൂന്യവൽക്കരണം ആവശ്യമായിരിക്കുന്നത്. അങ്ങനെയുള്ള ശൂന്യവൽക്കരണത്തിലൂടെ മാത്രമേ ഈ മനസ്സിൽ നിന്നും ഈ മ്ലേച്ഛതകളെല്ലാം നമുക്ക് അടിച്ച് തുടച്ച് മാറ്റുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വചനത്തിന് മാംസം ധരിക്കുവാൻ, പ്രവൃത്തി രൂപമെടുക്കുവാൻ നമ്മിലൂടെ അവസരം ലഭിക്കുകയുള്ളൂ എന്നുള്ളത് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അതുകൊണ്ട് ഇതിന്റെ ഭക്തി പ്രചരിമയിലും ആഘോഷങ്ങളിലും ദൃശ്യവിരുന്നിലും കാഴ്ചയിലും മാത്രം നമ്മൾ ശ്രദ്ധ പതിപ്പിച്ചാൽ മാത്രം പോരാ. നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബാന്തരീക്ഷം, നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം ഒരു ദൈവോന്മുഖത ഉണ്ടാകണം. സ്നേഹവും വാത്സല്യവും നഷ്ടപ്പെട്ടു പോയ, കാരുണ്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിൽ പകരം നിൽക്കുവാനുള്ളതായ, സഹോദരന്റെ വേദനയും നൊമ്പരവും സ്വന്തം വേദനയും നൊമ്പരവുമായി ഏറ്റെടുക്കുവാനുള്ള മനോഭാവമുള്ള ഒരു സമൂഹം, ഒരു തലമുറ രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിയുമ്പോൾ അവിടെയെല്ലാം പിറവിയുടെ പെരുന്നാളാണ് ആഘോഷിക്കപ്പെടുന്നത് എന്നുള്ളത് നാം ഓർത്തിരിക്കണം. ഹൃദയം തകർന്നവർക്ക് മുറികെട്ടുവാനും, തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും, യഹോവയുടെ പ്രസാദവർഷം പ്രസംഗിപ്പാനും, നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്നാണ് യെശയ്യാ പ്രവചനത്തിന്റെ 61:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഇത് യഥാർത്ഥത്തിലുള്ളതായ ക്രൈസ്തവ ദൗത്യമാണ്. ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ഈ ദൗത്യ നിർവഹണത്തിന് വേണ്ടി തന്നെയാണ്. അതിന്റെ പിന്തുടർച്ചയായി ഈ ദൈവരാജ്യ സമമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ, സ്വർഗമയമായ ഒരു ലോകത്തിൽ സ്വർഗം പണിയുന്നവരുടെ പങ്കാളികളാകുവാൻ, കൂട്ടുവേലക്കാരാകുവാനുള്ള നിയോഗമാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി ദൈവത്തിന്റെ വചനം മാംസം ധരിക്കുന്ന, പ്രവൃത്തി രൂപം കൊള്ളുന്ന, ജീവിത സത്തയുള്ള ഒരു സമൂഹമായി നമുക്ക് നമ്മുടെ ഈ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ സാധിക്കുമ്പോഴാണ് ഈ പെരുന്നാളിന്, ഈ പിറവിക്ക് യഥാർത്ഥത്തിലുള്ളതായ അർത്ഥതലങ്ങളിലുള്ളതായ രൂപവും ഭാവവും നമുക്ക് മെനഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, സ്വർഗവും ഭൂമിയും തമ്മിൽ സമ്മേളിക്കുന്ന ഒരനുഭവമാണ് ബത്ലഹേമിൽ നടക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, അവിടെ നമുക്കും വിനയപ്പെടാം. അവിടെ നമുക്കും വിനയത്തോടുകൂടി വിനയാന്വിതരായി ആ സമ്മേളനത്തിൽ നമുക്ക് പങ്കുചേരാം. സ്വർഗവും ഭൂമിയും തമ്മിൽ സമ്മേളിക്കുന്ന ഈ സമ്മേളനത്തിന്റെ പങ്കാളികളാകുവാനുള്ളതായ ഭാഗ്യം, അതിലൂടെ അനേകർക്ക് സ്വർഗീയമായ അനുഭൂതിയും അനുഭവം ഉണ്ടാക്കി കൊടുക്കുവാൻ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, ചിന്താഗതികളിലൂടെ തുടർന്നുമുള്ള ജീവിതത്തെ ഭാസുരമാക്കി തീർക്കുവാൻ, പുതിയ വർഷം ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമുക്ക് അഭിമുഖീകരിക്കുവാൻ, ദൈവോന്മുഖതയിലൂടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ, നന്മയും സുഹൃതവുമുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗമായി തീരുവാൻ നമുക്കും പരിശ്രമിക്കാം. വളരെ മാറ്റങ്ങൾ ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നല്ല വാർത്ത ഇന്ന് കേൾക്കുവാനില്ല. അവിടെയാണ് ഈ സദ്വാർത്ത, ഈ സദ്വർത്തമാനം യഥാർത്ഥത്തിൽ ഒരു ലോകത്തിന് മുഴുവനും പ്രത്യാശ നൽകുന്നത്. നല്ല വാർത്തയ്ക്ക് വേണ്ടി കാതോർക്കുന്ന ഇന്നിന്റെ സമൂഹത്തിന് അവിടെ മതമെന്നോ ജാതിയെന്നോ രാജ്യമെന്നോ എന്നുള്ള വ്യത്യാസമെന്നേ സർവർക്കുമുള്ളതായ സദ്വർത്തമാനം, സുമനസ്സുകൾക്ക് ലഭിക്കുന്നതായ സദ്വർത്തമാനം, അത് നമുക്കും ലഭിക്കുവാൻ, നമ്മുടെ മനസ്സിനെ, മലീമസമായ നമ്മുടെ മനസ്സിനെ വിശുദ്ധീകരിക്കുവാൻ, അതിലൂടെ അനേകർക്ക് നല്ല സാക്ഷ്യം കൊടുക്കുവാൻ ഈ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. അത് ദൈവമാണ് എന്നുള്ളതായ ബോധ്യത്തോടുകൂടി ആ സമാധാനം സഹോദരങ്ങളുമായി പങ്കുവെക്കുവാനുള്ളതായ
അനുഭവവും അതിനുള്ളതായ ഭാഗ്യവും ദൈവം നമുക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊന്നും വിഭാവനം ചെയ്യുവാൻ കഴിയാത്ത നമ്മുടെ സഹോദരങ്ങൾ ഇറാഖിലും സിറിയയിലും എല്ലാം നഷ്ടപ്പെട്ട് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ പോലുമില്ലാതെ ദുരന്തം, മരണം ഏതു സമയത്തും സംഭവിക്കാവുന്ന സാഹചര്യത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരായൊരു വലിയ സമൂഹം വിറങ്ങലിച്ച് വേദനയോടുകൂടി ഈ ക്രിസ്മസിന്റെ കാലയളവിലും പോകുന്നുണ്ട്. ശിശുക്കളും അമ്മമാരും കുഞ്ഞുങ്ങളും വൃദ്ധന്മാരും അടങ്ങുന്ന ഒരു വലിയ സമൂഹം, ലക്ഷക്കണക്കിന് സമൂഹം അഭയാർത്ഥി ക്യാമ്പുകളിൽ എല്ലാം നഷ്ടപ്പെട്ടവരാണ്. യാതൊരു പ്രതീക്ഷയുമില്ല. എന്താണെന്ന് സമൂഹത്തിലും ലോകത്തിലാകമാനം നടക്കുന്നത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. മനുഷ്യന്റെ ചിന്താഗതികളെല്ലാം മാറി. ഈ മാറ്റത്തിന്റെ കാലഘട്ടത്തിൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം സമ്പൂർണമായ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രവൃത്തി രൂപത്തിലൂടെ ഒരു സമൂലമായ മാറ്റത്തിനും അതിലൂടെയുള്ള പ്രത്യാശയിലേക്കും ഫലപ്രാപ്തിയിലേക്കും ലോകത്തെ മുഴുവനും നയിക്കുവാൻ ദൈവം ഭാഗ്യം തരട്ടെ എന്ന് വിനയത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ നമുക്ക് അല്പമെങ്കിലും ആശ്വാസവും സമാധാനവും സൗഖ്യവും തരുവാൻ ഈ ആഘോഷം, ഈ പെരുന്നാൾ അത് ഒരു മുഖാന്തരമായി തീരട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥനാപൂർവം ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ എല്ലാവർക്കും ക്രിസ്മസിന്റെ പുതുവർഷത്തിന്റെയും ആശംസകളും സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും നേരുമ്പോൾ തന്നെ ഇന്ന് ഇവിടെ പ്രത്യേകം ആദരിക്കപ്പെടുന്ന ഒരു സ്ത്രീരത്നമുണ്ട്. മനോരമ ന്യൂസിന്റെ ന്യൂസ് പ്രൊഡ്യൂസർ ശ്രീമതി നിഷ ജബി. നിഷ എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു സഹോദരിയാണ്. മാത്രവുമല്ല, ഇന്നിവിടെ പ്രത്യേകം ആദരിക്കപ്പെടുന്നതിനൊരു പ്രത്യേക കാര്യവുമുണ്ട്. പരിശുദ്ധ പാത്രീർക്കീസ് ബാവായുടെ സഭാതലത്തിലുള്ള ബാവായുടെ വേർപാടിൽ ഈ പള്ളിയിൽ വെച്ച് നടത്തിയ ഒരു അനുസ്മരണ സമ്മേളനമുണ്ടായിരുന്നു. അന്ന് ഞാൻ എന്റെ പ്രസംഗത്തിൽ നിഷയുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം നാട്ടിൽ നിന്നും കാതോലിക്ക ബാവയടക്കം ഞങ്ങൾ ഏകദേശം 15 മെത്രാച്ചന്മാർ പരിശുദ്ധ പാത്രീർക്കീസ് ബാവയുടെ സംസ്കാര ചടങ്ങുകൾക്ക് പോയി. ലബനോനിലുള്ള മുഴുവൻ ചടങ്ങുകളിലും ഞങ്ങൾ എല്ലാവരും സംബന്ധിച്ചു. ഇന്ത്യൻ എംബസിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച, വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച നിർദ്ദേശമനുസരിച്ച് ഒരു സാഹചര്യത്തിലും ഡെമാസ്കസിൽ വെച്ച് നടക്കുന്ന സംസ്കാര ചടങ്ങുകളിൽ ഡെമാസ്കസിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശമുണ്ടായി. ഞങ്ങളെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കി. അവസാനം യോജിച്ചൊരു തീരുമാനമെടുത്തു. ലബനോനിലുള്ള ചടങ്ങുകളിൽ മാത്രം സംബന്ധിച്ചാൽ മതി, അവിടുത്തെ സിറ്റുവേഷൻസ് മോശമായതുകൊണ്ട് അവിടേക്ക് പോകണ്ട എന്നുള്ള നിർദ്ദേശം കിട്ടിയതുകൊണ്ടും ശ്രേഷ്ഠ ബാവായുടെ നിർദ്ദേശം അനുസരിച്ച് എല്ലാവരും ചേർന്ന് ആലോചിച്ച് ആരും തന്നെ പോകണ്ട എന്ന് തീരുമാനിച്ചു. സിറിയയിലുള്ള ബിഷപ്സും അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്നുള്ള കുറച്ച് ബിഷപ്സുമാണ് അന്ന് സംസ്കാര ചടങ്ങുകൾക്ക് പോയത്. നിഷ അന്ന് ഭർത്താവിനോട് കൂടിയാണ് അന്നവിടെ മനോരമക്കാര് അവിടെ ആ കർമ്മങ്ങളെല്ലാം ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്, മലയാളികളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ വന്നത്. യാത്ര സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ അറിഞ്ഞു നിഷ പോകുന്നുണ്ടെന്ന് അറിഞ്ഞു. എനിക്ക് അല്പം ഭയപ്പാട് തോന്നി. ഞാൻ നിഷയോട് സംസാരിച്ചു. നിഷ അല്പം റിസ്കിയാണ്, എന്തിനാ ഇത്ര റിസ്ക് എടുക്കുന്നത്? വേറെ എന്തെങ്കിലും സംവിധാനത്തിലൂടെ അത് അവിടെ നിന്നും നമുക്കിവിടെ ഇത് ടെലിവൈസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് ആ നിഷയ മാധ്യമ ധർമ്മത്തിന്റെ ആഴം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. വളരെ റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് പോയത്. അവസാനം എന്നോട് പറഞ്ഞു, ഭർത്താവിനൂടെ ആക്കിയിട്ടാണ് പോണത്, ഒരു കൊച്ചുണ്ട്, ഇനി എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ കുഞ്ഞിനാരെങ്കിലും ഒരാളുണ്ടാകുമല്ലോ എന്ന് വരെ എന്നോട് നിഷ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതിൽ മാധ്യമ ധർമ്മത്തിനപ്പുറമായി സഭയെ സംബന്ധിച്ചിടത്തോളം നിഷയുടെ ആ ഒരു ഡിറ്റർമിനേഷൻ, ആ ഒരു കമ്മിറ്റ്മെന്റ്, അത് വളരെ പ്രശംസനീയമാണ്. അത് നമുക്ക് ഒത്തിരി പ്രയോജനപ്പെട്ടു. നിശ്ചയമായിട്ടും മനോരമ ചാനലിന്റെ അതിൻ്റെ പ്രവർത്തകരോടും അതുപോലെ തന്നെ അതിലേക്ക് നിഷയെ പ്രേരിപ്പിച്ച, അതുപോലെ നിഷയുടെ കൂടെ വന്ന ക്യാമറാമാൻ, പേര് ഞാൻ ഓർക്കണില്ല, സുമേഷ് എന്ന ക്യാമറാമാൻ, അവർ രണ്ടുപേരെയും പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർക്കുന്നു. നിഷയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും പരിശുദ്ധ ഇഗ്നാത്തിയോസ് സഖ ഒന്നാമൻ ബാവായുടെ സ്മരണാർഹമുള്ള ഒരു മൊമെന്റോവാണ് നിഷയ്ക്ക് കൊടുക്കുന്നത്. പരിശുദ്ധ ബാവായുടെ, ബാവ ഒരു വലിയ പരിശുദ്ധനായിരുന്നു.
അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലൂടെ ധാരാളം പേർക്ക് വലിയ സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. നമുക്ക് ദൈവസന്നിധിയിൽ മധ്യസ്ഥനാണ് പരിശുദ്ധനായ സഖാവ് നാമൻ ബാവ തിരുമേനി. ബാവായുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയും സാന്നിധ്യവും എക്കാലവും നിഷയോടൊപ്പം ഉണ്ടാകും. ഞങ്ങളുടെ എല്ലാം സ്നേഹം എന്നും നിഷയ്ക്കുണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഭാവുകങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്മസിന്റെ സ്നേഹം നിറഞ്ഞ ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്നുമുള്ള എല്ലാ ആശംസകളും നന്മകളും നേരുമ്പോൾ പുതുവർഷം സമാധാനത്തിന്റെയും അഭിവൃദ്ധിയുടെയും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം നേരുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിഷ ജബി, ദൃശ്യമാധ്യമ രംഗത്തെ ശക്തമായ സ്ത്രീ സാന്നിധ്യം. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും ജേർണലിസത്തിൽ PG ഡിപ്ലോമയും. മലയാളത്തിലെ ആദ്യ വാർത്താ ചാനലായ ഇന്ത്യ വിഷനിൽ റിപ്പോർട്ടറായി ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം. തുടർന്ന് മനോരമ ന്യൂസിന്റെ തുടക്കത്തിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഇപ്പോൾ സീനിയർ കറസ്പോണ്ടന്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ദൈനംദിന വാർത്താ ചർച്ചകൾക്ക് പുറമെ രാജ്യാന്തര വാർത്തകളിലും കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വാർത്തകളിൽ പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നു. തിരഞ്ഞെടുപ്പ് ദിനങ്ങളിലെയും വോട്ടെണ്ണ ദിനത്തിലെയും വാർത്തകളിലും ചർച്ചകളിലും ശ്രദ്ധേയമായ സാന്നിധ്യം. ആസിയാൻ രാജ്യങ്ങളുടെ മനുഷ്യാവകാശ സംരക്ഷണ സമ്മേളനത്തിൽ പങ്കെടുത്ത് സ്ത്രീകൾക്കെതിരെയുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചു. പരിശുദ്ധ ഇഗ്നാത്യൂസ് സഖാപ്രഥമൻ ബാവയുടെ കബറടക്ക ശുശ്രൂഷകൾ ലെബനോനിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഏക ഇന്ത്യൻ റിപ്പോർട്ടർ. സിറിയയിലെ യുദ്ധബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ ദുരിതമനുഭവിക്കുന്ന കുട്ടികളുടെ ജനങ്ങളുടെയും ദുരവസ്ഥ ലോകത്തിനു മുമ്പിൽ എത്തിക്കുന്നതിൽ തന്റേതായ പങ്കുവഹിച്ചു. സിറിയയിലെ യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ വൈരം കൈപിടിയാതെ പരിശുദ്ധ സഖാപ്രഥമൻ ബാവയുടെ കബറടക്ക ശുശ്രൂഷകൾ നമ്മൾ എത്തിക്കുവാൻ കാണിച്ച ആർജവമാണ് നിഷ ജബിയെ പ്രഥമ ഇഗ്നാത്യൂസ് സഖാപ്രഥമൻ ബാവ മെമ്മോറിയൽ അവാർഡിന് അർഹനാക്കിയത്. ശ്രീമതി നിഷ ജബിക്ക് വിശുദ്ധ മർത്തമറിയാം യൂത്ത് അസോസിയേഷൻ പരിശുദ്ധ ഇഗ്നാത്യൂസ് സഖാപ്രഥമൻ ബാവ മെമ്മോറിയൽ അവാർഡ് നൽകി ആദരിക്കുന്നു. അഭിവന്യ ജോസഫ് മാർ ഗിഗോറിയസ് മെത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ട്. അഭിവന്യ തിരുമനസ്സിന് വിശുദ്ധ മർത്തമറിയാം യൂത്ത് അസോസിയേഷന്റെ പേരിലുള്ള നന്ദി തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. He is just 35 years old. He has 4 degrees: Bachelor in Chemistry, Bachelor in Technology, Masters in Business Administration, and Bachelor in Law. He is one of the youngest member of Legislative Assembly. He is the one of the most promising, inspiring, and more than above, the sensational leader of Kerala. വിശുദ്ധ മർത്തമറിയാം യൂത്ത് അസോസിയേഷൻ നിർഭരായ കിഡ്നി രോഗികൾക്ക് നൽകുന്ന ഡയാലിസിസ് കിറ്റിന്റെ വിതരണോദ്ഘാടനം നിർവഹിക്കുന്നതിനും മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനുമായി തൃത്താത്തലയുടെ MLA ശ്രീ VT ബൽറാമിനെ ക്ഷണിക്കുന്നു. ഒരു കിഡ്നി രോഗിയെ സ്റ്റേജിൽ കയറ്റുന്നത് ഉചിതമല്ലാത്തതുകൊണ്ട് യൂത്ത് അസോസിയേഷന് വേണ്ടി പ്രസിഡന്റ് ഫാദർ കുര്യാക്കോസ് കാലായിൽ ഡയാലിസിസ് കിറ്റ് കൈപ്പറ്റുന്നു. വിശുദ്ധ മർത്തമറിയാം യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിർധരായ 45 കിഡ്നി രോഗികൾക്ക് 1,50,000 രൂപയുടെ ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്യുന്നതായിരിക്കും. ഈ സംരംഭത്തിന് ഞങ്ങളോട് സാമ്പത്തികമായി സഹകരിച്ച എല്ലാവർക്കും വിശുദ്ധ മർത്തമറിയാം യൂത്ത് അസോസിയേഷൻ നന്ദി രേഖപ്പെടുത്തുന്നു. സമാദരണീയനായ ഉദ്ഘാടകൻ കൂടിയായിട്ടുള്ള കൊച്ചി ഭദ്രാസന മെത്രോപ്പൊലീത്ത ശ്രീ ജോസഫ് മോർ ഗ്രിഗോറിയോസ് അവർകൾ, ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ കത്തീഡ്രലിൻ്റെ വികാരി കൂടിയായിട്ടുള്ള ശ്രീ VT
കുര്യാക്കോസ് കോർ എപ്പിസ്കോപ്പ അവർകൾ, സ്വാഗതം ആശംസിച്ച ശ്രീ കുര്യാക്കോസ് കാലായിൽ അവർകൾ, ഇന്ന് ഇവിടെ നമ്മളെല്ലാവരും ചേർന്ന് ആദരിക്കുന്ന ദൃശ്യമാധ്യമ രംഗത്തെ നമുക്കൊക്കെ അഭിമാനമായി മാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനോരമ ന്യൂസ് പ്രൊഡ്യൂസർ ശ്രീമതി നിഷാജി, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ആൻഡ്രൂസ് ചെരുവത്തറ കോർ എപ്പിസ്കോപ്പ അവർകൾ, ശ്രീ ക്രിസ്റ്റി മാത്യു അവർകൾ, മറ്റ് വേദിയിലെയും സദസ്സിലെയും ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ ഈ മണർക്കാട് സെന്റ് മേരീസ് കത്തീഡ്രലിൻ്റെ ഈ പരിസരത്ത് യൂത്ത് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് അങ്ങേയറ്റം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ നന്ദിയും ഞാനിവിടെ രേഖപ്പെടുത്തട്ടെ. ബഹുമാനനായ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഇതിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് അവിചാരിതമായ കാരണങ്ങളാൽ മറ്റു തിരക്കുകൾ വന്നുപെട്ടതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി കൂടി അദ്ദേഹം മുതലപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം നിർവഹിക്കേണ്ട മുഖ്യപ്രഭാഷണം എന്ന് പറയുന്ന ദൗത്യം ഇപ്പോൾ സാന്ദർഭികമായി എന്നിൽ വന്നു ചേർന്നിട്ടുണ്ട് എങ്കിലും ഞാൻ അതിന് അശക്തനാണ് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ ഉദ്ഘാടകന്റെ പ്രസംഗം ശ്രദ്ധിക്കുകയായിരുന്നു. ക്രിസ്തീയ ജീവിതം എങ്ങനെയായിരിക്കണം, ക്രിസ്തുവിൻ്റെ സന്ദേശം എങ്ങനെയാണ് ഇന്നത്തെ ലോകത്ത് പ്രസക്തമായിരിക്കുന്നത് എന്ന് വളരെ മനോഹരവും കാവ്യാത്മകവുമായ ഭാഷയിൽ അർത്ഥസമ്പുഷ്ടമായ വാക്കുകളിലൂടെ നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുകയായിരുന്നു അദ്ദേഹം. ഞാനടക്കമുള്ള മുഴുവൻ ആളുകൾക്കും അതൊരു വലിയ തിരിച്ചറിവ് സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എൻ്റെ വ്യക്തിപരമായ അനുഭവം പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കണ്ണു തുറപ്പിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. ഇവിടെ എന്ന് ഞാൻ സൂചിപ്പിക്കും, ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഇവിടെ ക്രിസ്തുവിനെ നോക്കിക്കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത സാക്ഷ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തൽ നമുക്ക് മുമ്പിൽ ഉയരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ക്രിസ്തു മുന്നോട്ട് വച്ച ദർശനം ഉൾക്കൊള്ളലിൻ്റെതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആത്മീയതയുടെ മതത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ മറ്റുള്ളവരുടെ പാപങ്ങളെ ഉൾക്കൊള്ളാൻ ഉള്ള മാതൃകയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മതേതര ജനാധിപത്യ ചിന്തയുടെ ഭാഗമായി നോക്കുമ്പോൾ അപ്പോഴും ഈ ഉൾക്കൊള്ളലിന്റെ ആശയം വളരെ പ്രസക്തമാണ് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. കാരണം ബഹുമാനനായ ഉദ്ഘാടകന്റെ തന്നെ പ്രസംഗത്തിലെ വരികൾ ഓർക്കുകയാണെങ്കിൽ, ഇന്ന് മതം വലിയ രീതിയിൽ പ്രകടനപരതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ചുറ്റിലുമുള്ള അനുഭവം. മതവും വിശ്വാസവുമായി ബന്ധപ്പെട്ട നിരവധി പരിപാടികൾ ഈ നാടിന്റെ മുക്കിലും മൂലയിലും ഓരോ ദിവസവും ഓരോ നിമിഷവും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ പരിപാടികളിലും വ്യത്യസ്ത മതങ്ങളുടെ പേരിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത വ്യക്തികൾ, സംഘടനകൾ ഒക്കെ നടത്തപ്പെടുന്ന ആ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഒരു വലിയ മതബോധം ഈ നാട്ടിൽ വളർന്നു വന്നിട്ടുണ്ട് എന്നതും നമുക്ക് കാണാതിരിക്കാൻ സാധിക്കില്ല. ഓരോരുത്തരും അവരുടെ മതപരമായ ഐഡന്റിറ്റിയെ കുറിച്ച് എപ്പോഴും ജാഗരൂകരാകുകയും എപ്പോഴും സ്വയം അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഒരു ഭാഗത്ത് ഈ മതബോധം വലിയ രീതിയിൽ വളരുമ്പോൾ, മതപരമായ വിശ്വാസപരമായ പരിപാടികളും പ്രവർത്തനങ്ങളും വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ, മറുഭാഗത്ത് സമൂഹത്തിന്റെ പൊതുവിലുള്ള ആത്മീയ നിലവാരം, ജീവിത നിലവാരം അത്രത്തോളം മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള ദുഃഖകരമായ യാഥാർത്ഥ്യം. വിശ്വാസം വർദ്ധിക്കുന്നുണ്ട്, എന്നാൽ
അതിനനുസൃതമായി മനുഷ്യർ കൂടുതൽ നന്മയിലേക്ക് ഉയരുന്നുണ്ടോ എന്നുള്ളത് ഈ പുണ്യകരമായ വിശുദ്ധമായ വേളയിൽ നാം ഓരോരുത്തരും ആത്മപരിശോധനാർഹമായി എടുക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് ഈ ഉൾക്കൊള്ളലിന്റെ സംസ്കാരം കൂടുതൽ പ്രസക്തമാവുന്നത്. എല്ലാവരും മറ്റുള്ളവരെ കാണിക്കാനാണ് പലപ്പോഴും വെമ്പൽ കൊള്ളുന്നത്. മതം അങ്ങനെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് മുമ്പിൽ എണ്ണം പറയാൻ, ഞങ്ങളിതാ എത്ര എണ്ണമുണ്ട്, ഞങ്ങളിലേക്ക് ഇതാ ഇത്ര ആളുകൾ കടന്നു വരുന്നു, ഞങ്ങളിതാ ഇത്ര ശതമാനത്തിൽ നിന്ന് ഇത്ര ശതമാനമാക്കി ഞങ്ങളുടെ അംഗസംഖ്യ വളർത്താൻ ആഗ്രഹിക്കുന്നു, അത് ഒരു ടൈം ബൗണ്ട് പ്രോഗ്രാമായി ഇത്ര കാലത്തിനകത്ത് ചെയ്തു തീർക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. ഈ രീതിയിലുള്ള വെല്ലുവിളികളാണ് പലപ്പോഴും മതത്തിന്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദൗർഭാഗ്യകരമായ ഒരു അന്തരീക്ഷമാണ്. മതം അല്ലെങ്കിൽ വിശ്വാസം സ്വാഭാവികമായി നമ്മിൽ വന്നു ചേരുന്നതാണ്. എന്റെ അറിവിൽ, എന്റെ അനുഭവത്തിൽ നമ്മൾ ആരും നമ്മളുടെ വിശ്വാസത്തെ സ്വന്തം ഇഷ്ടപ്രകാരം തെരഞ്ഞെടുക്കുന്നതാണ് എന്ന് തോന്നുന്നില്ല. ഓരോരുത്തരും വളരെ യാദൃശ്ചികമായി ഓരോ കുടുംബങ്ങളിൽ ജനിക്കുന്നു. അതൊരു വെറും യാദൃശ്ചികത മാത്രമാണ്, നമ്മൾ ഏത് കുടുംബത്തിൽ ജനിക്കുന്നു എന്നുള്ളത്. സ്വാഭാവികമായി നമ്മുടെ മാതാപിതാക്കൾ പിന്തുടരുന്ന നമ്മുടെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലുള്ള മതവിശ്വാസം വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ നമ്മിലേക്ക് കടന്നു വരുന്നു. ആ വിശ്വാസവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. അതല്ലാതെ ലോകത്തെ എല്ലാ മതങ്ങളെയും നോക്കിക്കണ്ട് അതിനെ മുഴുവൻ ആഴത്തിൽ പഠിച്ച് അതിലേറ്റവും നന്മയുള്ളത് ഏത് എന്ന് വസ്തുനിഷ്ഠമായി വിലയിരുത്തി, എന്നാൽ പിന്നെ ഏറ്റവും നല്ല മതം ഇതല്ലേ, അതിലങ്ങ് ചേർന്നേക്കാം എന്ന് വിചാരിച്ച് ആ മതത്തിൽ ചേരുന്ന ആളുകളല്ല നമ്മൾ ആരും. അല്ലെങ്കിൽ 99% ആളുകളും അങ്ങനെ ഏതെങ്കിലും മതത്തിലേക്ക് പിന്നീട് വന്നതല്ല. സ്വാഭാവികമായി ഒരു പ്രത്യേക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ആ യാദൃശ്ചികതയുടെ പേരിൽ നമ്മിലേക്ക് വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മതം ശരിയാണ് എന്ന് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. യഥാർത്ഥത്തിൽ ആ സ്വാതന്ത്ര്യം നമ്മുടെ മൗലിക അവകാശം കൂടിയാണ്. ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പറയുന്നത് എവറി പേഴ്സൺ ഷാൽ ഹാവ് ദ റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് വൺസ് ഓൺ റിലീജിയൻ എന്നാണ്. ഓരോ മനുഷ്യനും, ഓരോ ഇന്ത്യൻ പൗരനും ഇതുപോലെ സ്വന്തം വിശ്വാസത്തെ പ്രൊഫസ് ചെയ്യാൻ, പരസ്യമായി ഉദ്ഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യം. വെറുതെ പറയാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, അത് അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവിടെയും നിൽക്കുന്നില്ല. ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാനുള്ള, പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യയുടെ ഭരണഘടന ഓരോ ഇന്ത്യൻ പൗരനും നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സ്വന്തം മതം, വിശ്വാസം അത് ശരിയാണ് എന്ന് കരുതുന്നതിൽ, അങ്ങനെ പറയുന്നതിൽ ആർക്കും തെറ്റു പറയാൻ സാധിക്കുകയില്ല. പക്ഷേ ഇന്ന് അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി, അല്പം എന്ന് പറഞ്ഞുകൂടാ, അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി സ്വന്തം മതം മാത്രമാണ് ശരി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ഒരു വലിയ വിഭാഗം ആളുകൾ പോകുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ അന്തരീക്ഷം. നമ്മുടെ മതവിശ്വാസം ശരിയാണ് എന്ന് വിശ്വസിക്കുന്നതും നമ്മുടെ മതവിശ്വാസം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. ആ അന്തരം ഈ നാടിനെ തകർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെയാണ് മതാതീതമായ, മതേതരമായ മാനവികത എന്ന് പറയുന്ന ആശയം നമ്മിലേക്ക് കടന്നു വരേണ്ടത്. ഓരോ മതവും ചെയ്തു തീർക്കേണ്ട സാമൂഹ്യ ദൗത്യവും അതുതന്നെയായിരിക്കണം എന്ന് നമ്മൾ കരുതുന്നു. ഒരു ക്രിസ്ത്യാനിയെ കൂടുതൽ മെച്ചപ്പെട്ട ക്രിസ്ത്യാനിയാക്കുക, അതാണ് ക്രിസ്തു മതത്തിന്റെയും അതിന്റെ ഭാഗമായിട്ടുള്ള സഭയുടെയും ആത്മീയ പ്രവർത്തകരുടെയും പുരോഹിതന്മാരുടെയും എല്ലാവരുടെയും ദൗത്യം. ഒരു ഹിന്ദുവിനെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഹിന്ദുവാക്കുക, കൂടുതൽ മെച്ചപ്പെട്ട ഒരു മനുഷ്യനാക്കുക. ഒരു മുസ്ലിമിനെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു മുസ്ലിമാക്കുക, കൂടുതൽ മെച്ചപ്പെട്ട ഒരു പൗരനാക്കുക. ഇതാണ് നമ്മൾ നിർവഹിക്കേണ്ട ദൗത്യം. ഇതാണ് ഈ കാലം നമ്മിൽ നിന്ന് ആവശ്യപ്പെടേണ്ട ദൗത്യം. അവിടെയാണ് ക്രിസ്തുവിന്റെ ജീവിതം നമുക്ക് വഴികാട്ടേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള നന്മയുടെ പാഠങ്ങൾ നമ്മുടെ മതവിശ്വാസങ്ങളിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ, ആ പാഠങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ
അതിനനുസൃതമായി കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് സ്വയം മാറാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥ വിശ്വാസി പോലും ആകുന്നുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് വെറും പ്രകടനപരത മാത്രമാവുകയാണ്. മറ്റുള്ളവരെ കാണിക്കാൻ, മറ്റുള്ളവരെ വെല്ലുവിളിക്കാൻ, അവരുടെ മുന്നിൽ എണ്ണം പറയാൻ, അതിനെ വോട്ട് ബാങ്കാണ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ, രാഷ്ട്രീയത്തിൽ ഇടപെടാൻ, ഭരണാധികാരികളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ, ഇതിനൊക്കെ ഉപയോഗപ്പെടുത്തുന്ന മതം, വിശ്വാസം അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നും ഈ നാടിനെ മുന്നോട്ടല്ല നയിക്കുന്നത് എന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല. അവിടെ ഓരോരുത്തരും അവരവരുടെ ദൗത്യം സ്വയം തിരിച്ചറിയണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്നിവിടെ യൂത്ത് അസോസിയേഷൻ അത്തരത്തിൽ തങ്ങളുടെ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇവിടെ ലഭിച്ച ഈ നോട്ടീസിലൂടെ 2014 സെന്റ് മേരീസ് യൂത്ത് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളിലൂടെ കണ്ണോടിക്കുകയായിരുന്നു. എത്രയോ നിരവധി പരിപാടികൾ, എത്രയോ ഘട്ടങ്ങളിൽ ഈ സഭയുടെ മുഴുവൻ കരുത്തും ആവാഹിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ കർമ്മണ്യതയിലേക്ക്, ക്രിയേറ്റിവിറ്റിയിലേക്ക് ആകർഷിക്കാൻ, അവർ തെറ്റായ പ്രവണതകളിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ, അവരെ വിശ്വാസത്തിന്റെ വഴിയിലൂടെ നന്മയിലേക്ക് നയിക്കാനുള്ള പ്രവർത്തനം, ആ ഒരു ഫോക്കസും ആ ഒരു കൃത്യമായ ദീർഘവീക്ഷണവും ഈ സംഘടനയുടെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഞാൻ കാണുകയാണ്. വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിരവധി പരിപാടികൾ നടത്തുന്നതോടൊപ്പം തന്നെ എന്നെ ആകർഷിച്ച ഒരു പദ്ധതി, പച്ചത്തുരുത്ത് പദ്ധതി എന്ന പേരിൽ ഇവർ ഏറ്റെടുത്ത് നടപ്പാക്കി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കൂടി, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കൂടി പരിസ്ഥിതി സൗഹൃദ ഇടവക എന്ന ലക്ഷ്യം മുൻനിർത്തി നടത്തപ്പെടുന്ന മികച്ച കർഷകനെ ആദരിക്കുന്ന ചടങ്ങ്, വിവിധ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു, പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നു, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്ന ആശയത്തിന്റെ എക്കാലത്തെയും വലിയ പ്രസക്തിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വൃക്ഷത്തൈ വിതരണവും വൃക്ഷത്തൈ നടീലും അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഈ സംഘടനയ്ക്ക് നടത്താൻ സാധിക്കുന്നു എന്ന് പറയുന്നത് അവർ തങ്ങളുടെ ആത്മീയ ദൗത്യത്തോടൊപ്പം തങ്ങളുടെ സാമൂഹ്യ ദൗത്യത്തെ കൂടി കൃത്യമായി തിരിച്ചറിയുന്നു എന്നതിന്റെ തെളിവായിട്ട് ഞാൻ എടുക്കുകയാണ്. അതുപോലെയുള്ള നിരവധി പരിപാടികൾ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു തുടർച്ച എന്നുള്ള അർത്ഥത്തിലാണ് ഇന്ന് എന്നോട് ഉദ്ഘാടനം ചെയ്യാൻ ആവശ്യപ്പെട്ട നിർധനരായ രോഗികൾക്കുള്ള ഡയാലിസിസ് കിറ്റ് വിതരണം വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരത്തോടുകൂടി വേദിയിലിരിക്കുന്ന അഭിവന്ദ്യരുടെ അനുഗ്രഹത്തോടുകൂടി നിർവഹിക്കപ്പെട്ടതായി ഞാനിവിടെ അറിയിക്കുകയാണ്. വിശക്കുന്നവന്റെ മുമ്പിൽ ദൈവം പോലും അപ്പത്തിന്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുക എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ ഈ സംഘടനയും ഈ സഭയും ഈ നാട്ടുകാരും നിങ്ങൾ ഓരോരുത്തരും വിശ്വാസികളും അങ്ങനെ അർഹതപ്പെട്ടവർക്ക് മുമ്പിൽ സഹായഹസ്തവുമായി തങ്ങളുടെ സാമൂഹ്യ ദൗത്യ നിർവഹണത്തിന്റെ പാതയിൽ ഏറ്റവും അഭിമാനകരമായ പ്രവർത്തനങ്ങളുമായി കടന്നു വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ദൗത്യത്തിൽ വിജയിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് മറ്റെല്ലാവരെയും പോലെ എന്റെയും ആഗ്രഹം. ഇന്ന് മാറാ രോഗങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് അവ വിശേഷിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതശൈലി മാറിയിരിക്കുന്നു, നമ്മുടെ ഭക്ഷണ രീതി മാറിയിരിക്കുന്നു, നമ്മുടെ വ്യായാമത്തിന്റെ സ്വഭാവം മാറിയിരിക്കുന്നു, നമ്മുടെ തൊഴിൽ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു, നമ്മുടെ മാനസികാവസ്ഥ തന്നെ മാറിയിരിക്കുന്നു, നമ്മുടെ ചിന്താഗതികൾ മാറിയിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ശരീരത്തെ അതിൻ്റെതായ തരത്തിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന്റെയൊക്കെ ഭാഗമായി ഇന്നലെ വരെ ചുരുക്കം ചിലർക്ക് മാത്രം എന്ന് കരുതപ്പെട്ടിരുന്ന പല അസുഖങ്ങളും പല ബുദ്ധിമുട്ടുകളും ഇന്നൊരു പക്ഷേ സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ്. മുൻപൊക്കെ ഹാർട്ട് അസുഖം എന്ന് പറയുന്നത്, ഹൃദയ സംബന്ധമായ അസുഖം എന്ന് പറയുന്നത് ഒരു 50 വയസ്സിന് ശേഷമുള്ള അത്യാവശ്യം വിശ്രമമൊന്നുമില്ലാത്ത സുഖജീവിതം നയിക്കാൻ കഴിയുന്ന ആ ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകൾക്ക് മാത്രം വന്നിരുന്ന ഒന്നാണ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. കിഡ്നിയുടെ അസുഖം എന്ന് പറയുന്നത് നമുക്ക് അധികം പരിചിതമല്ല. ഷുഗറും പ്രഷറും ഒക്കെ അത്തരത്തിലുള്ള ഒരു വരേണ്യവർഗക്കാരുടെ അപ്പർ മിഡിൽ ക്ലാസിന്റെ ഒരു സ്റ്റാറ്റസ് സിംബലായി പോലും ഒരു ഘട്ടത്തിൽ പ്രയോഗിക്കപ്പെട്ടിരുന്ന തരത്തിലുള്ള അസുഖങ്ങളായിരുന്നു. ഇന്ന് അതൊന്നുമല്ല, അത് എത്രയോ മാറി. എല്ലാവർക്കും ഏത് സമയത്തും പിടിപെടാൻ പറ്റുന്ന കാര്യങ്ങളായി അത് മാറുകയാണ്. ഇതിന്റെ സാമൂഹ്യമായിട്ടുള്ള പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
പ്രത്യേകിച്ചും ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നമുക്കറിയാം, കേരളത്തിൽ നേരത്തെ കേരളം ഉണ്ടായതിനു ശേഷം ഇന്നേ വരെ 5 മെഡിക്കൽ കോളേജുകൾ മാത്രമാണ് 50 വർഷം കൊണ്ട് കേരളം ഭരിച്ച മുഴുവൻ ആളുകൾക്കും കൂടി ഉണ്ടാക്കാൻ സാധിച്ചത് എങ്കിൽ ഈ 5 വർഷത്തിനകത്ത് പുതിയതായി 9 മെഡിക്കൽ കോളേജുകൾ കൂടി കൊണ്ടുവന്ന് ഓരോ ജില്ലയിലും ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സ്വപ്നവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്റെ ജില്ലയായ പാലക്കാട് ജില്ലയിൽ പുതിയ മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. തൊട്ടപ്പുറത്തെ ഇടുക്കി ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. മലപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കൊച്ചിയിലെ മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ രീതിയിലുള്ള വലിയ ഇൻവെസ്റ്റ്മെന്റ് ഹെൽത്ത് സെക്ടറിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കടന്നു വരികയാണ്. നേരത്തെ ഇത്തരത്തിലുള്ള മെഡിക്കൽ കോളേജുകളിൽ മാത്രമുണ്ടായിരുന്ന ഡയാലിസിസ് സൗകര്യം ഇന്ന് ആദ്യഘട്ടത്തിൽ ജില്ലാ ആശുപത്രികളിലേക്ക് നീട്ടുന്നത് 2-3 വർഷം മുമ്പ് മാത്രമാണ്. അതിന്റെ താഴെയുള്ള താലൂക്ക് ആശുപത്രികളിലേക്ക് ഡയാലിസിസ് സൗകര്യം ഇന്ന് വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ നിയോജക മണ്ഡലം അടക്കമുള്ള ചുരുക്കം ചില സ്ഥലങ്ങളിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ CHC തലത്തിലും ഡയാലിസിസ് സൗകര്യം ആരംഭിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത് ഇതിന്റെ ഡിമാൻഡ് അത്രത്തോളം കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ വൃക്കരോഗികളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ്. മറ്റസുഖങ്ങൾ പോലെയല്ല. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ടവൻ മാത്രമല്ല, ഒരു ലോവർ മിഡിൽ ക്ലാസ്, വേണമെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് എന്ന് തന്നെ പറയാം, അത്തരത്തിലുള്ള ഒരു ഇടത്തരക്കാരുടെ വീട്ടിൽ ഒരാൾക്ക് ഈ അസുഖമുണ്ടായാൽ അതോടുകൂടി ആ കുടുംബം സാമ്പത്തികമായി തകരുകയാണ്. വീടിന്റെ ആധാരം പണയം വെച്ചുകൊണ്ടല്ലാതെ ഇതിന്റെ ചികിത്സയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യവും ഈ ചികിത്സാർത്ഥം ചെലവഴിച്ചതിന് ശേഷം വിറ്റു തുലക്കേണ്ടി വന്നതിന് ശേഷം അപ്പോഴാണ് ഒരുപക്ഷെ മരണം പോലും സംഭവിക്കുക. വ്യക്തിയോ രക്ഷപ്പെടുന്നില്ല, കുടുംബവും തകരുന്നു എന്ന് പറയുന്ന അവസ്ഥ. ഇവിടെ സമൂഹത്തിനൊരു ബാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇത് മുഴുവൻ ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഒന്നുമെങ്കിൽ നമുക്ക് ആ ഉത്തരവാദിത്വം മുഴുവൻ മറ്റുള്ളവരുടെ തലയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യാം. അതല്ലെങ്കിൽ ആ ഉത്തരവാദിത്വത്തിൽ ചിലത് കുറച്ചെങ്കിലും അണ്ണാറക്കനും തന്നാലായത് എന്ന രീതിയിൽ നമുക്ക് ഏറ്റെടുക്കാം. ഇവിടെ നമ്മൾ ഏറ്റെടുക്കും, യെസ് വി ക്യാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ ചെറുപ്പക്കാർ കടന്നു വരുന്നത് എന്നുള്ളതാണ് ഇവരിൽ എനിക്ക് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലും ഇങ്ങനെയായിരുന്നു മുന്നോട്ട് പോയത് എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അന്ന് ക്യാൻസർ രോഗികൾക്കായിരുന്നു. അതിനു മുൻപ് വീണ്ടും അതിന് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഇവർ മുന്നോട്ട് പോകുന്നു. ഇത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് കരുത്ത് പകരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് വരുന്ന ക്രിസ്മസ് ഏറ്റവും ആഹ്ലാദകരമായ അന്തരീക്ഷത്തിൽ ആഘോഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും 2015 എന്ന് പറയുന്ന വരും വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ ശ്രവിച്ച എന്റെ സഹോദരി സഹോദരന്മാർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. തന്റെ ഔദ്യോഗിക തിരുകൾക്കിടയിലും പാലക്കാട് നിന്ന് കടന്നു വന്ന് ഞങ്ങൾക്ക് ക്രിസ്മസ് ആശംസകൾ തന്ന ശ്രീ VT ബലറാം MLAക്ക് യൂത്ത് അസോസിയേഷന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. മിമിക്രി കലാകാരനായി വന്ന് കോമഡിയിലും സ്വന്തസിദ്ധമായ അഭിനയ ശൈലി കൊണ്ടും പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിച്ച പെരുമ്പാവുകാരൻ, മലയാളികളുടെ സൂപ്പർ സ്റ്റാർ പത്മശ്രീ ജയറാം തന്റെ സുഹൃത്തുക്കളായ വിശുദ്ധ മർത്തമറിയാം യൂത്ത് അസോസിയേഷൻ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തുന്ന സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിന് ആശംസകൾ നേർന്നു നൽകിയ പ്രത്യേക വീഡിയോ ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നു. നമസ്കാരം. ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ വിശ്വാസികൾ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നന്മയുടെയും ഒക്കെ പ്രതീകമായി ലോകമെമ്പാടും ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന ഈ ക്രിസ്മസ് വേളയിൽ മണർകാട് പള്ളിയും അതിന്റെ ഇടവകയും അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ചുറ്റുമുള്ള എല്ലാ വിശ്വാസികളും ഇന്ന് ഈ സമയത്ത് ക്രിസ്മസും പുതുവത്സരവും ആഘോഷിക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാർക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസിക്കുന്നു. കൂടാതെ ഇന്ന് ഞാൻ ഈ 2 വാക്ക് പറയാൻ കാരണം തന്നെ മണർകാട് പള്ളിയും അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു യങ്സ്റ്റേഴ്സിന്റെ ഒരു വിങ് മാർത്താമറിയം എന്നുള്ള പേരിൽ
അവരവിടെ ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്തു വരുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് വേളയില് ഡയാലിസിസിനുള്ള കിറ്റ് ഫ്രീ ആയിട്ട് അവർ വിതരണം ചെയ്തു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരതിനെ വളരെ അവരുടെ മനസ്സിന് ഞാൻ ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. തുടർന്ന് ഒരുപാട് നല്ല പ്രവർത്തനങ്ങളൊക്കെ അവർ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്. ഇടവകയിലെ മികച്ച കർഷകനെ ആദരിക്കുന്നതിനും ക്രിസ്മസ് സന്ദേശം നൽകുന്നതിനുമായി മനോരമ ന്യൂസ് പ്രൊഡ്യൂസർ ശ്രീമതി നിഷ ജബിയെ ക്ഷണിക്കുന്നു. പച്ചത്തുരുത്ത്, എ ക്യാമ്പയിൻ ഫോർ എക്കോ ഫ്രണ്ട്ലി പാരിഷ്. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് സെന്റ് മേരീസ് കത്തീഡ്രലിലെ മികച്ച കർഷകൻ TC ജോസഫ് പെരുമാനൂർ. ശ്രീ TC ജോസഫ് പെരുമാനൂർ സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രോത്സാഹന സമ്മാനം ആകാശ് ഗീവർഗീസ് കൊല്ലംകുഴി. ആകാശ് ഗീവർഗീസ് കൊല്ലംകുഴി. VM എബ്രഹാം വാഴക്കാലായി. VM എബ്രഹാം വാഴക്കാലായി. ഏറ്റവും ബഹുമാനായ ഫാദർ കുര്യാക്കോസ് കാലായിൽ, ബഹുമാനായ ET കുര്യാക്കോസ് കോറപ്പിസ്കോപ്പ, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ VT ബൽറാം MLA, വേദിയിലിരിക്കുന്ന മറ്റ് വൈദികരെ, വിശിഷ്ട വ്യക്തികളെ, ആദ്യം തന്നെ മണർകാട് പള്ളി യൂത്ത് അസോസിയേഷനും അതുപോലെ തന്നെ യാക്കോബായ സഭയ്ക്കുമുള്ള എൻ്റെ നന്ദി അറിയിക്കുകയാണ്. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയുടെ പേരിലുള്ള ഒരു പുരസ്കാരം നൽകി ആദരിച്ചതിന്. ഈ അംഗീകാരത്തെ ഞാൻ എനിക്കുള്ള വ്യക്തിപരമായ നേട്ടമായല്ല, മറിച്ച് എന്റെ സ്ഥാപനത്തിനാകെ കൂടിയുള്ള അംഗീകാരമായാണ് കരുതുന്നത്. കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആ വലിയ ദൗത്യം, പരിശുദ്ധ ബാവായുടെ കബറടക്ക ശുശ്രൂഷകൾ സിറിയ പോലൊരു രാജ്യത്ത് നിന്ന് അത് കവർ ചെയ്യുക എന്ന് പറഞ്ഞ ദുഷ്കരമായ ദൗത്യം ഞാൻ ഏറ്റെടുക്കാൻ കാരണം എന്റെ സ്ഥാപനം നൽകിയ പിന്തുണയും പ്രോത്സാഹനമായിരുന്നു എന്നുള്ളത് കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ. ഇവിടെ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനോടൊപ്പം ഒരു ക്രിസ്മസ് സന്ദേശവും കൂടി നൽകണമെന്നാണ് യൂത്ത് അസോസിയേഷൻ ഭാരവാഹികൾ എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു അഭിവന്ദ ഗ്രിഗോറിയസ് തിരുമേനി വളരെ മനോഹരമായ, വളരെ അർത്ഥവത്തായ ഒരു ക്രിസ്മസ് സന്ദേശം നമുക്ക് എല്ലാവർക്കും നൽകി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു പ്രഭാഷണത്തിലേക്ക് ഞാൻ കടക്കുന്നു. പക്ഷേ എനിക്ക് ഈ ക്രിസ്മസ് വേളയിൽ നിങ്ങളോട് പറയാനുള്ളത് നേരത്തെ ബൽറാം പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുമായി ചേർത്ത് തന്നെയാണ്. നമുക്കറിയാം, ക്രിസ്മസ് നൽകുന്നത് സ്നേഹത്തിന്റെ സന്ദേശമാണ്. ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം പുത്രനെ തന്നെ നൽകിയ ദൈവത്തിന്റെ വലിയ സ്നേഹം, ആ സ്നേഹത്തിന്റെ സന്ദേശമാണ്. ആ സ്നേഹത്തിന്റെ സന്ദേശം തുടർന്നു കൊണ്ടുപോവുക എന്നൊരു വലിയ ദൗത്യമാണ് നമ്മുടെ യുവാക്കൾക്കുള്ളതെന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. കാരണം സിറിയയിൽ പോയതിനെ കുറിച്ച് ഇവിടെ നേരത്തെ തിരുമേനി സൂചിപ്പിക്കുകയുണ്ടായി. അത് എന്റെ ജീവിതത്തിൽ നൽകിയ വലിയൊരു പാഠമുണ്ട്. വെറുപ്പിന്റെ രാഷ്ട്രീയം, ആ വെറുപ്പിന്റെ രാഷ്ട്രീയം ഒരു രാജ്യത്തേക്ക് കടന്നു വന്നാൽ അത് എത്രത്തോളം ആ രാജ്യത്തിന്റെ പൗരന്മാരെ ഇല്ലാതാക്കും എന്നുള്ള വലിയൊരു തിരിച്ചറിവ്. അഭിവന്യ പത്രികേസ് തിരുമേനിയുടെ കബറടക്ക ശുശ്രൂഷകൾക്കായി പോകുമ്പോൾ നേരത്തെ ഗ്രിഗോറിയസ് തിരുമേനി പറഞ്ഞതുപോലെ ലെബനനിലെ ബെയ്റൂട്ടിൽ വെച്ച് അഭിവന്യ തിരുമേനിമാരും ഞാനുമായി ഒരു വാക്കേറ്റം തന്നെ ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത. കാരണം ഒരു കാരണവശാലും സിറിയൻ അതിർത്തി കടക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ശക്തമായ നിർദ്ദേശം, ഒരു കാരണവശാലും പോകാൻ പാടില്ല എന്ന് ശ്രേഷ്ഠ ബാവയുടെ നിർദ്ദേശം. ഗ്രിഗോറിയസ് തിരുമേനിക്കായിരുന്നു അതിന്റെയൊക്കെ ചുമതല. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, നിഷ സിറിയയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നതായി ഞാൻ അറിഞ്ഞു, പക്ഷെ അത് വേണ്ട. നമുക്കറിയാം, ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ആഗോള ഭീകരതയുടെ മുഖം എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തേർവാഴ്ച നടക്കുന്ന സമയമാണ് അന്ന് സിറിയയിൽ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സിറിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകുന്നതിനെ പറ്റി ചിന്തിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞു.
ഞാനും എന്റെ ക്യാമറമാനും അതിന് നൽകിയ മറുപടി, ഞങ്ങളുടെ ജോലി മാധ്യമ പ്രവർത്തനമാണ്. അത് മാധ്യമ പ്രവർത്തനത്തിനൊരു പരിധിയില്ല. ഇന്ന പ്രദേശത്ത് നിന്ന് മാത്രം ഏറ്റവും സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ ഏറ്റവും കംഫർട്ടബിളായി ചെയ്യാവുന്ന ജോലി എന്നൊന്നല്ല മാധ്യമ പ്രവർത്തനം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശ്രീ ബലറാമിനെ പോലെയൊക്കെയുള്ള ആളുകളുടെ വാഗ്വാദങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കേണ്ടി വരുന്നവരാണ്. ആത്മസംയമനത്തോടുകൂടി മറുപടി പറയേണ്ടവരാണ് ഞങ്ങൾ. അങ്ങനെ ഇവിടെയും യുദ്ധം വെട്ടുന്നത് കാരണം ഏത് യുദ്ധമേഖലയിൽ പോയാലും പിടിച്ചു നിൽക്കാൻ കഴിയും എന്നൊരു ചിന്ത എനിക്കും എന്റെ ക്യാമറമാൻ സുമേഷിനും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അത് സത്യമായിട്ട് എടുക്കാൻ തയ്യാറായത്. കാരണം പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയ്ക്ക് മലങ്കര സഭയുമായുള്ള ബന്ധം എത്രത്തോളമാണ് എന്ന് നന്നായി അറിയുന്ന വ്യക്തി കൂടിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ പല സന്ദർശനങ്ങളും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മലങ്കര സഭയോടും തിരിച്ച് സഭയ്ക്ക് അങ്ങോട്ടുമുള്ള സ്നേഹവും കടപ്പാടും എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് നന്നായി അറിയുകയും ചെയ്യാം. അത് ഒന്നാമത്തെ ലക്ഷ്യം. പിന്നെ മറ്റൊരു ലക്ഷ്യവും കൂടി ഉണ്ടായിരുന്ന യാത്രയ്ക്ക് ഏതൊരു മാധ്യമപ്രവർത്തകയെയോ സംബന്ധിച്ചിടത്തോളം സാധാരണ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ. നല്ലൊരു തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വാർ സോണിൽ പോവുക, യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്ത് പോവുക എന്നുള്ളത് മാധ്യമപ്രവർത്തന ജീവിതത്തിൽ നമുക്ക് അപൂർവം വീണ് കിട്ടുന്ന അവസരങ്ങളിലൊന്നാണ്. ഈ രണ്ട് ലക്ഷ്യവും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഏതായാലും സിറിയൻ അതിർത്തിയിൽ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം ബോധ്യമായി. പറഞ്ഞതിനും എത്രയോ അപ്പുറമാണ് എന്ന്, എത്രയോ ഭീകരമാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത്. ഓരോ ചുവടുവയ്പിലും സായുധ പട്ടാളത്തിന്റെ അകമ്പടിയോടുകൂടിയുള്ള യാത്ര, ഒരു രാജ്യത്തിനകത്തേക്ക് കടക്കുമ്പോൾ മുതൽ ശ്വാസം വിടാൻ പോലും ഭയപ്പെടേണ്ടി വരുന്ന ഒരു അവസ്ഥ. ദമാസ്കസ് നഗരത്തിലെത്തിയപ്പോഴാണ് അതിന്റെ ഏറ്റവും ദയനീയമായ മുഖം കണ്ടത്. എത്രയോ മനോഹരമാണ് നാം വായിച്ചറിഞ്ഞിട്ടുള്ള, കേട്ടറിഞ്ഞിട്ടുള്ള ദമാസ്കസ് നഗരം, അതിപുരാതനമായ ദമാസ്കസ് നഗരം. ആക്രമണങ്ങളിൽ തകർന്ന് കത്തിക്കരിഞ്ഞു നിൽക്കുന്ന ഫ്ളാറ്റുകളും വീടുകളും ഗ്രാമങ്ങളും പരിസര പ്രദേശങ്ങളും ഒക്കെ കണ്ടപ്പോൾ നമ്മുടെ രാജ്യം എത്രയോ സുന്ദരമാണ്. നാം രാഷ്ട്രീയക്കാരെ എപ്പോഴും നാം കുറ്റം പറയും. പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഒരു നിമിഷം നമ്മുടെ രാഷ്ട്രീയക്കാരെ നന്ദിയോടെ ഓർത്തു. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം എന്നൊന്ന് ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. ധൈര്യമായി നിരത്തിലൂടെ നമുക്ക് ഇറങ്ങി നടക്കാം, സംസാരിക്കാം. ദമാസ്കസ് നഗരത്തിൽ എത്തിയപ്പോൾ മുതൽ ഞങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ മാധ്യമപ്രവർത്തകരാണെന്ന് പറയാൻ പാടില്ല. പ്രത്യേകിച്ചും വിദേശത്ത് നിന്ന് വരുന്ന ആളുകളെ. ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യം അവിടുത്തെ മിലിറ്ററി ഓഫീസർ വിശദീകരിച്ചു. 40 പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ സർക്കാർ കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നു. 17 പേരെ ഇസ്ലാമിക് സ്റ്റേറ്റ് തട്ടിയെടുത്തിരിക്കുന്നു. അന്ന് തട്ടിയെടുക്കപ്പെട്ട 3 പേരാണ് ഇപ്പോൾ കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ട വിദേശ പൗരന്മാർ. അപ്പോൾ ഇത്രയും ഭീകരമായ അന്തരീക്ഷമാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരെ അല്ല, നിങ്ങൾ ഒരു കാരണവശാലും ക്യാമറ പുറത്തെടുക്കാൻ പാടില്ല. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ പരിശുദ്ധ ബാവയുടെ കബറടക്ക ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ വന്ന വിശ്വാസ സമൂഹത്തിന്റെ ഭാഗം മാത്രമാണ് എന്ന് ആരോടും പറയാവൂ. അപരിചിതർ എന്ത് കാര്യം നിങ്ങളോട് ചോദിച്ചാലും അതിനൊന്നും പ്രതികരിക്കാൻ പാടില്ല. മിലിറ്ററി യൂണിഫോമിലുള്ള ആളുകളോടല്ലാതെ മറ്റാരോടും നിങ്ങളെക്കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. ഞാൻ അവിടുത്തെ പള്ളിയിലെ ഇതുപോലെ തന്നെയുള്ള യൂത്ത് അസോസിയേഷൻ ഭാരവാഹികളെ പരിചയപ്പെട്ടു, സിറിയൻ സിറ്റിസൺസ്. അവരുടെയൊക്കെ ജീവിതം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇന്ത്യയിൽ ജനിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് ശരിക്കും നമ്മുടെ രാജ്യം ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണ്. മതം ഒരു രാഷ്ട്രഭരണത്തിൽ കടന്നുവരികയും മതനിയമങ്ങൾ നടപ്പാക്കുകയും ചെയ്യണമെന്ന് ഒരു വിഭാഗം ശഠിക്കുകയും ചെയ്താൽ ഒരു രാജ്യം എത്രത്തോളം തകർച്ചയിലേക്ക് പോകുമെന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് സിറിയയിൽ ഞങ്ങൾ കണ്ടത്. ജോലി നഷ്ടപ്പെട്ട യുവാക്കൾ, ഞങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിനും മാർഗദർശികളായി ഉണ്ടായിരുന്ന ഒരു യുവതിയും ഒരു യുവാവും. ആ പെൺകുട്ടി പറയുകയാണ്, അവൾ സിറിയയുടെ നല്ല കാലത്ത് ഇംഗ്ലണ്ടിൽ പോയി വിദ്യാഭ്യാസം നേടി വന്നതാണ്. നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. ആഭ്യന്തര യുദ്ധം തുടങ്ങിയതോടെ എല്ലാം തകർന്നടിഞ്ഞു. യുദ്ധത്തിൽ അച്ഛനും സഹോദരനും കൊല്ലപ്പെട്ടു. അമ്മയും മകളും മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. അന്നന്നത്തെ ആഹാരത്തിന് വക കണ്ടെത്താൻ ഇങ്ങനെ വരുന്ന വിദേശികളോടൊപ്പം ഗൈഡായി പ്രവർത്തിക്കുകയാണിപ്പോൾ. ഇങ്ങനെയുള്ള 100 കണക്കിന് ആളുകൾ, കൊച്ചുകുട്ടികളെ പരിചയപ്പെട്ടു. പള്ളിയിൽ വന്നു, സ്കൂളിൽ പോകുന്നില്ല, സ്കൂളെല്ലാം കത്തി നശിച്ചു. യുദ്ധത്തിൽ സ്കൂളെല്ലാം കത്തി നശിച്ചു. പള്ളിയിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം ഇപ്പോൾ അത്യാവശ്യം കിട്ടുന്നു. അത് മാത്രമാണ്. അതും ന്യൂനപക്ഷങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, യസീദികൾക്ക് ഒക്കെ നേരെ ഭീകരമായ ഭീഷണി. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സാധാരണഗതിയിലുള്ള ജീവിതം എന്നുള്ളത് അസാധ്യമായ ഒരു കൂട്ടം മനുഷ്യർ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, മതം ഒരു രാഷ്ട്രത്തിന്റെ ഭരണത്തിലേക്ക് അനാവശ്യമായ ഇടപെടൽ നടത്തിയാൽ, പൗരന്മാർ മതത്തിന് ഒരു പരിധി വിട്ടുള്ള പ്രാധാന്യം കൊടുത്തു തുടങ്ങിയാൽ, അത് ഭൂരിപക്ഷമായിക്കൊള്ളട്ടെ ന്യൂനപക്ഷമായിക്കൊള്ളട്ടെ, അത് ആ രാജ്യത്തിന്റെ തകർച്ചയിലേക്കായിരിക്കും കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുക. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, യുവാക്കളോട് പ്രത്യേകിച്ചും, മതവിദ്യാഭ്യാസം
മതപരമായ ചിന്തകൾ, ഐക്യം എല്ലാം നല്ലത് തന്നെ. പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തിന്റെ പൊതു നന്മ, അതായിരിക്കണം നമ്മുടെ പ്രധാന ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് മറ്റ് ശക്തികളെ കടന്നു വരാൻ ഒരിക്കലും അനുവദിക്കാതിരിക്കുക, നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കുക. അങ്ങനെ സ്നേഹത്തിന്റെ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തെ ഭരിക്കട്ടെ. ജനാധിപത്യം നൽകുന്ന സ്നേഹവും സമാധാനവും നമ്മുടെ രാജ്യത്ത് എന്നും പുലരുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും പുതുവത്സരവും ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു മാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിന്റെ തത്സമയ സംരക്ഷണം മണർകാട് പള്ളി വെബ്സൈറ്റിലും യൂത്ത് അസോസിയേഷൻ വികസിപ്പിച്ചെടുത്ത മണർകാട് പള്ളിയുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു മണർകാട് പള്ളി സഹവികാരി വെരി റെവറൻ ആൻഡ്രൂസ് ചിരവത്തറ കൊറപ്പിസ്കോപ്പ്. വിശിഷ്ട അതിഥികളൊക്കെയും തിരക്കുണ്ട്. അവര് ഇപ്പോൾ പോവുകയാണ്. ഇവിടെ വന്ന് ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ വിശിഷ്ടാതിഥികളെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന മണർകാട് പള്ളിയുടെ ബഹുമാന്യനായ വികാരി ഇ ടി കുര്യാക്കോസ് കൊറപ്പിസ്കോപ്പ് അച്ഛൻ, ഇന്ന് നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത മലയാള മനോരമയുടെ ന്യൂസ് പ്രൊഡ്യൂസർ ശ്രീമതി നിഷ ജബി, പ്രൗഢഗംഭീരമായ വാക്കുകളിലൂടെ ക്രിസ്മസ് നവോത്സര ആശംസകൾ നമുക്ക് നേർന്ന നമ്മുടെ ബഹുമാന്യനായ MLA ശ്രീ ബൽറാം, ബഹുമാന്യരായ ട്രസ്റ്റിമാരെ, സെക്രട്ടറിമാരെ, യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കാലായിൽ കുര്യാക്കോസ് അച്ഛൻ, ബഹുമാനപ്പെട്ട കറുകയിൽ കുര്യാക്കോസ് കൊറപ്പിസ്കോപ്പ് അച്ഛൻ, മറ്റ് മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇനി ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്നെനിക്കറിയാം. ഇനി നിങ്ങൾ ഇരിക്കുന്നത് ഗാനമേള ആസ്വദിക്കാനാണ്, ചരിത്രത്തിന്റെ പ്രസംഗം കേൾക്കാനല്ല എന്ന് നന്നായി തിരിച്ചറിവ് എനിക്കുണ്ട്. അതുകൊണ്ട് അധിക പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഒന്ന് മാത്രം ഓർപ്പിക്കട്ടെ, ബഹുമാനായ ബൽറാം വളരെ പ്രൗഢഗംഭീരമായ ഒരു ആശയമാണ് നമുക്ക് നൽകിയത്. നീ എന്തിനാണ് ഒരു ഈശ്വര വിശ്വാസിയായിരിക്കുന്നത്? എന്തിനാണ് നീ ദൈവത്തിൽ വിശ്വസിക്കുന്നത്? ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നു. ഈ സ്നേഹം പ്രകടിപ്പിക്കുക, അതാണ് ഈശ്വര വിശ്വാസിയായിരിക്കുന്നതിന്റെ ഓരോ മനുഷ്യന്റെയും ലക്ഷ്യം. ഈ സ്നേഹം പ്രകടിപ്പിക്കുവാൻ, സമൂഹത്തിന് സ്നേഹം നൽകുവാൻ യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ കാണിക്കുന്ന കർമ്മപദ്ധതികൾ ഇപ്പോഴും പ്രശംസനീയമാണ്. അതിന് എല്ലാവിധമായ ആശംസകളും നേരുമ്പോൾ, ഈ ഭൂമിയിൽ അസാധ്യമായതിനെയാണ് നാം അത്ഭുതം എന്ന് പറയുന്നത്. മനുഷ്യന് അസാധ്യമായ കാര്യങ്ങളെയാണ് അത്ഭുതം എന്ന് പറയുന്നത്. ഈ സംശയമാണ് കേവലം 13 വയസ്സുള്ള ഒരു കന്യക ദൈവത്തിന്റെ പ്രധാനദൂതനായ ഗബ്രിയേലിനോട് ചോദിച്ചത്. ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, ആകയാൽ ഇത് എങ്ങനെ സംഭവിക്കും? നസ്രയത്ത് എന്ന ആ ചെറിയ ഗ്രാമത്തിൽ, ഒരു ചെറിയ ഭവനത്തിൽ ലളിത ജീവിതം നയിച്ചു വന്ന യൗസേപ്പിന് പുരുഷന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ഒരു കന്യകയുടെ അടുക്കിലേക്ക് ദൈവത്തിന്റെ ദൂതൻ കടന്നു എന്ന് പറഞ്ഞു, കൃപ ലഭിച്ചവളെ, നിനക്ക് സമാധാനം, കർത്താവ് നിന്നോട് കൂടെ. തുടർന്ന് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൾ ആശ്ചര്യപ്പെട്ടു പോയി. ഇതെന്ത് കഥയാണിത്? ലോകപ്രകാരം സംഭവിക്കുവാൻ യാതൊരു നിർവാഹവുമില്ലാത്ത സംഭവം. അപ്പോൾ ദൂതൻ അവളോട് പറഞ്ഞു, കർമ്മത്താലവനെ കൈക്കൊണ്ടുരരെ പേരി ഗർഭാശയ കന്യാമുതകളേണ്ടും നിർഗടനായി ഭൂമി സ്വർഗേ തൽസ്മൃതി വളരട്ടെ, കോട്ടയറായി പ്രാർത്ഥന നേരട്ടെ, നാദാ ചേർക്കുക ഞങ്ങളെനിൻ മാതൃ സ്മരണത്തിൽ. തിരുമനസ്സോട് കൽപ്പിച്ച് സംസാരിച്ചതുപോലെ വചനം ശ്രവണ പദ്ധതിയിലൂടെ കന്യകയുടെ ഉദരത്തിൽ രൂപമെടുത്തു, ജഡം ധരിച്ചു, മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഈ അത്ഭുതമായ ജനനം ഈ ക്രിസ്മസ് വേളയിൽ നമ്മളിലും ഉണ്ടാവട്ടെ. വചനമാകുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ജഡം ധരിക്കട്ടെ. ആ ജഡം ധരിച്ച ക്രിസ്തുവിനെ മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാൻ
നമുക്ക് സാധിക്കട്ടെ. അപ്രകാരം ഈ ക്രിസ്തുമസിന്റെ ആഘോഷ പരിപാടികൾക്കുപരിയായി ആ മഹാസന്തോഷം ഏറ്റവും താഴ്കിടയിലേക്ക് അറിയിക്കപ്പെട്ടതുപോലെ സാധാരണക്കാരായ ബന്ധുവൻസ് എന്ന് വിളിക്കുന്ന ആട്ടിടയന്മാരോട് അറിയിച്ചതുപോലെ ഈ സമൂഹത്തിലെ താഴേക്കിടയിലേക്ക് ചെന്ന് ഈ സദ്വാർത്ത അറിയിക്കുവാൻ, അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുവാൻ ഈ ക്രിസ്തുമസ് ആഘോഷം ഒരു മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ക്രിസ്തുമസ് പുതുവത്സര മംഗളങ്ങൾ ആശംസിക്കുന്നു. അതോട് ചേർന്ന് ഈ ഇടവകയിൽ പ്രവർത്തിക്കുന്ന വിശുദ്ധ മർത്തമറിയാം വനിതാ സമാജം ഇതം പ്രഥമമായി ഒരു പുഷ്പഫലമേള കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ നടത്തുകയുണ്ടായി. ഏറെ ഭംഗിയായി ഇടവകയുടെ സഹകരണത്തോടുകൂടി ബഹുമാനപ്പെട്ട ട്രസ്റ്റിമാരുടെയും സെക്രട്ടറിയുടെയും മാനേജിംഗ് കമ്മിറ്റിയുടെയും പൊതുയോഗത്തിന്റെയും ഒക്കെ സഹകരണത്തോടുകൂടി അത് നടത്തുവാൻ സാധിച്ചു. ആ പുഷ്പമേളയിൽ സമ്മാനാർഹരായവർക്ക് ഇപ്പോൾ അതിനുള്ള സമ്മാനം ഈ പള്ളിയുടെ ബഹുമാന്യനായ വികാരി ഇ.ടി. കുര്യാക്കോസ് കോർപ്പിസ്കോപ്പ അച്ഛൻ വിതരണം ചെയ്യുന്നതായിരിക്കും. അതിന് അർഹരായ യൂണിറ്റ് സെക്രട്ടറിമാർ എത്രയും വേഗം ഈ സ്റ്റേജിലേക്ക് അടുത്തു വന്ന് നിങ്ങളുടെ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങണമെന്ന് ഓർപ്പിക്കുന്നു. ഫസ്റ്റ് പ്രൈസ് തിരുവഞ്ചൂർ താഴ്ത്തിക്കര യൂണിറ്റ് മർത്തമറിയാം വനിതാ സമാജം തിരുവഞ്ചൂർ താഴ്ത്തിക്കര യൂണിറ്റ് ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നു. രണ്ടാം സമ്മാനം മണർകാട് ബി കാവിൻപടി യൂണിറ്റ്, മൂന്നാം സമ്മാനം 2 യൂണിറ്റുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. തിരുവഞ്ചൂർ സൗത്ത്, മണർകാട് സെൻട്രൽ യൂണിറ്റ്. ഈ സെക്രട്ടറിമാര് എത്രയും വേഗം മുൻപോട്ട് കടന്നു വരികയാണ്. തേർഡ് പ്രൈസ് തിരുവഞ്ചൂർ താഴ്ത്തിക്കര യൂണിറ്റ്. സെക്കൻഡ് പ്രൈസ് മണർകാട് ബി കാവിൻപടി യൂണിറ്റ്. സ്പെഷ്യൽ പ്രൈസ് മാലം സൗത്ത് യൂണിറ്റ്, മാലം വെസ്റ്റ് യൂണിറ്റ്, പറമ്പുകര യൂണിറ്റ്, കുഴിപ്രേടം മധ്യഭാഗം യൂണിറ്റ്, വെള്ളൂർ പത്തായക്കുഴി യൂണിറ്റ്, അമേനൂർ യൂണിറ്റ്. പ്രോത്സാഹന സമ്മാനങ്ങൾ കീച്ചാൽ യൂണിറ്റ്, കുറ്റിയക്കുണ്ട് യൂണിറ്റ്, കുഴിപ്രേടം നോർത്ത് യൂണിറ്റ്. ഇതിലെ സെക്രട്ടറിമാർ വന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുക. അടുത്ത പ്രോഗ്രാം തുടർന്ന് നടക്കുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു മണർകാട് പള്ളി ട്രസ്റ്റി ശ്രീ ക്രിസ്റ്റി മാത്യു. വളരെ ബഹുമാനപ്പെട്ട ഇ.ടി. കുര്യാക്കോസ് കോർപ്പിസ്കോപ്പ അച്ഛൻ, ബഹുമാനപ്പെട്ട കാലായിലച്ചൻ, ആറൂസ് ചിറക്കത്ര കോർപ്പിസ്കോപ്പ അച്ഛൻ, എൻ്റെ സഹരസ്റ്റിമാരെ, ബഹുമാനപ്പെട്ട ഇടവാംഗങ്ങളെ, വീണ്ടും ഒരു ക്രിസ്മസ് കൂടി നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള എളിമ, സ്നേഹം, സാഹോദര്യം എന്നിവയുടെ തുടക്കം ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ നിന്നാണ്. അതോടൊപ്പം പരിശുദ്ധ മാതാവിന്റെ സ്നേഹം, കരുണ, സഹനം എന്നിവയുടെ തുടക്കവും പുൽക്കൂട്ടിൽ നിന്നാണ്. പരിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ആ കുടുംബത്തോടുള്ള സ്നേഹത്തിന്റെയും കരുതലിന്റെയും തുടക്കവും ആ പുൽക്കൂട്ടിൽ നിന്ന് തന്നെയാണ്. ഈ തിരുക്കുടുംബത്തിനുള്ള സ്നേഹമാണ് യേശുക്രിസ്തുവിലൂടെ നാം എല്ലാവരും നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വലിയ സ്നേഹത്തിന് നമ്മളെല്ലാവരും ആ സ്നേഹത്തിൽ പ്രകാശിതരാകട്ടെ, അതിന് നമ്മൾ കഴിയട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം യൂത്ത് അസോസിയേഷൻ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു വാക്ക്. ഇന്നത്തെ തലമുറ ഈ ലോകത്തിലെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി
ചെലവഴിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞ് ആലംബഹീനരെ കരുതുന്ന വളരെ നല്ലൊരു പ്രവർത്തനം നടത്തുന്ന യൂത്ത് അസോസിയേഷൻ എല്ലാ അംഗങ്ങളെയും ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ ഇത്ര മനോഹരമായ ഒരു പ്രോഗ്രാം തയ്യാറാക്കിയ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. 2014 മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ പേരിലും ട്രസ്റ്റിമാരുടെ പേരിലും ഈ ഇടവക ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും കരുതലിനും ഞങ്ങളോട് കാണിച്ച താല്പര്യങ്ങൾക്കും ഈ പള്ളിയുടെയും പള്ളിവാസ സ്ഥാപനങ്ങളുടെയും വികസനങ്ങളിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഒത്തുചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയും നമുക്ക് ഈ പള്ളിയും പള്ളിവാസ സ്ഥാപനവും വികസനത്തിലേക്ക് നയിക്കുവാൻ സാധിച്ചത്. ഞങ്ങളോട് സഹകരിച്ച എല്ലാ നല്ലവരായ ഇടവക്കാരോട് നന്ദി പറയാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. സന്തോഷം നിറഞ്ഞ ഒരു ക്രിസ്മസും സമൃദ്ധിയും ഐശ്വര്യം നിറഞ്ഞ പുതുവത്സരവും ആശംസകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൃതജ്ഞത രേഖപ്പെടുത്തുന്നു വിശുദ്ധ മർത്തമറിയം യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി മത്തായി വടക്കേക്കര. ദൈവത്തിനകത്ത് മത്തമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ മർത്തമറിയം യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട എല്ലാവർക്കും കൃതജ്ഞതയാണ് എന്നിൽ നിക്ഷേപമായിരുന്ന കാരണം. കത്തീഡ്രൽ വികാരി സ്കോർപ്പിസ്കോപ്പായിക്ക് യൂത്ത് അസോസിയേഷന്റെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും പരിശുദ്ധ മോറാൻമോർ ഇഗ്നാത്തിയോ സാക്കാ പ്രധാൻ ബാവ മെമ്മോറിയൽ അവാർഡാനം നിർവഹിക്കുകയും ചെയ്ത യാക്കോബായ സഭ എപ്പിസ്കോപ്പൽ സുനോദ് സെക്രട്ടറിയും കൊച്ചി ഭദ്രാസനമായ അഭിവന്ദ്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയ്ക്ക് യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയും ഡയാലിസിസ് കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത തൃത്താല MLA ശ്രീ VT ബലറാം സാറിനോടുള്ള നന്ദിയും കൃതജ്ഞതയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പ്രഥമ ഇഗ്നാത്തിയോ സാക്കാ പ്രഥമൻ മെമ്മോറിയൽ അവാർഡിന് അർഹരായും ക്രിസ്മസ് സന്ദേശം നൽകുകയും ചെയ്ത മനോരമ ന്യൂസ് പ്രൊഡ്യൂസർ ശ്രീ നിഷ ജബിക്ക് യൂത്ത് അസോസിയേഷന്റെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആശംസാ പ്രസംഗങ്ങൾ നടത്തിയ മണ്ണാടുപള്ളി സഹവികാരി ആൻഡ്രൂസ് ചരിത്ര കോർപ്പിസ്കോപ്പായോടും മണ്ണാടുപള്ളി ട്രസ്റ്റിമാരായ ക്രിസ്റ്റി മാത്യു പുതിയൂർപ്രഭനോടും തോമസ് മാത്യു വാലലിനോടും അതുപോലെ തന്നെ ജോൺ മാത്യു ഒറ്റപ്പിളാക്കലിനോടും പള്ളി സെക്രട്ടറി എബി വർഗീസ് മുണ്ടാണിക്കലിനോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഇങ്ങനത്തെ ഒരു യോഗം നടത്താൻ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചാണ് ഇങ്ങനൊരു പരിപാടി നടത്താൻ സാധിച്ചത്. അതിനുവേണ്ടി മാസങ്ങളോളം നല്ല പ്രവർത്തനങ്ങൾ ഇതിന് പിന്നിലുണ്ട്. എൻ്റെ കൂട്ടത്തിൽ നിന്ന് യൂത്ത് അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ പ്രോഗ്രാം ഒരു വിജയകരമാക്കാൻ സഹായിച്ച എൻ്റെ സഹോദരനോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.